the first time I sat down for a conversation with Manu, that was many years ago in 2017, I think, with his first book, The Ivory Throne. At that time, his Malayalam was in bits and pieces. He's come a long way. Now he speaks Malayalam fluently, but not, as exquisite as or beautiful as his English. പക്ഷേ ഇത് ഞങ്ങൾ രണ്ടുപേരും മലയാളികളാണ്. ഇത് മലയാളികളായിട്ടുള്ള ഒരു സദസ്സിനോടാണ് ഈ സംഭാഷണം. അതുകൊണ്ട് മലയാളം. ഓക്കെ, ഫൈൻ. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ് എന്നാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ട്. മനുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. മനു മലയാളത്തിൻ്റെ അഭിമാനമാണ് ഇപ്പോൾ സത്യത്തിൽ. നമ്മുടെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന, ഏറ്റവും അധികം ആരാധകരുള്ള ചരിത്രകാരന്മാരിൽ ഒരാളാണ് മനു ഇപ്പോൾ. മനുവിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് ഞാൻ കരുതുന്നത് ഈ ഒരുപാട് ആളുകളെ ചരിത്രത്തിലേക്കും ചരിത്ര വായനയിലേക്കും മനു ആകർഷിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവാക്കളെ. ഇത് യുവധാര സംഘടിപ്പിക്കുന്ന യുവജനങ്ങളുടെ ഒരു ഫെസ്റ്റിവലാണ്, യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുവിനെ പോലെ യുവാക്കളുടെ ഹരമായ ഒരു എഴുത്തുകാരനെ ഇങ്ങനെ ഒരു സെഷനിൽ കിട്ടിയത് അത് ഒരു ഭാഗ്യമായും അതൊരു വലിയ സന്തോഷമായും കരുതുന്നു. ചരിത്രം എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. വായിക്കാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് മനു എഴുതുന്ന രീതിയിലുള്ള വളരെ ഫിക്ഷൻ്റെ ആഖ്യാനത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കഥാപാത്രങ്ങളും അല്ലെങ്കിൽ വർണ്ണനകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നാടകീയമായ ചില മുഹൂർത്തങ്ങളും ചില വിവരണങ്ങളുമൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ഒരു ഫിക്ഷൻ വായിക്കുന്ന ആ ഒരു ലഹരി ചരിത്ര വായനയിലേക്കും കൊണ്ടുവന്ന ഒരാളാണ്. പോപ്പുലർ ഫിക്ഷൻ എന്ന് പൊതുവെ വിളിക്കുന്ന ഒരു മേഖല, അതിൽ നമ്മുടെ വില്യം ഡാർലിംപെലിനെ പോലുള്ള വലിയ മഹാരഥന്മാരൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് മനുവിനും പോലും വഴികാട്ടികളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഡാർലിംപെൽ എഴുതുന്നതിനേക്കാളും കുറേ കൂടി ലളിതമായിട്ടാണ് മനു എഴുതുന്നതായിട്ട് ഇവരെ രണ്ടുപേരെയും വായിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. മനുവിൻ്റെ എഴുത്ത് വളരെ ആക്സസിബിളാണ്. പക്ഷേ മനുവിൻ്റെ എഴുത്തിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ട്രെമൻഡസ്. നമ്മൾ പലപ്പോഴും ഈ വളരെ സ്മൂത്ത് സെയിലിംഗ് ആയിട്ടുള്ള ഒരു നാരറ്റീവിൽ പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളൊരു അധ്വാനം നമ്മൾ കാണാറില്ല. നിങ്ങൾ ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് എടുത്ത് നോക്കാം, ഇതിൻ്റെ പകുതിയിലധികം നോട്ട്സ് ആൻഡ് റെഫറൻസസ് ആണ്. മനുവിൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് 200 എത്രയായിരുന്നു പേജസ് ഓഫ് റെഫറൻസസ്? അത് 135 പേജോ മറ്റാണ്. അപ്പോൾ ഞാൻ അന്ന് മനുവിനോട് തമാശ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, കേരളത്തിൽ ഈ 135 പേജ് ഉണ്ടെങ്കിൽ ഒരു 3-4 PhD ഡിസർട്ടേഷൻസിന് ഉതകുമെന്ന്. അത്തരം ആഴത്തിലുള്ള റെഫറൻഷ്യലായിട്ടുള്ള ഒരു എഴുത്താണ് മനുവിൻ്റെ രീതി. ഇത് 5ാമത്തെ പുസ്തകമാണ്. ഐവറി ത്രോണിന് ശേഷം മനു റബൽ സുൽത്താൻ എഴുതി, പിന്നെ ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് എഴുതി. അതിൽ ഇറ്റാലിയൻ ബ്രാഹ്മിൻ്റെ കഥയൊക്കെ ആദ്യം പറയുന്നത് അതിലാണ്. പിന്നെ രാജാ രവിവർമ്മ എന്നൊരു ഒരു ട്രോപ്പാക്കി വെച്ചുകൊണ്ട് രവിവർമ്മയുടെ കാലത്തെ രാജാക്കന്മാരുടെ ഒരു ചരിത്രം എഴുതി. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതി. ഓൾറെഡി ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ്റ്റോറിയൻസിൽ ഒരാളായി മാറിയതിന് ശേഷം 5ാമത്തെ പുസ്തകം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത പുസ്തകങ്ങളിലൊന്നുകൂടിയാണിത്. ഇത് കേരളത്തിൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു ചർച്ചയാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ ബുക്ക് റിലീസും ഇവിടെ നടന്നത്. നവംബറിൽ ഒടുവിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ്. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമാണ്. സത്യം പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാനുള്ള വിഭവം ഈ പുസ്തകം തരുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ മനുവിനെ കൊണ്ട് തന്നെ പറയിക്കാം, അല്ലെങ്കിൽ മനു തന്നെ നമ്മളോട് പറയട്ടെ, വൈ ദിസ് ബുക്ക്? മനു എന്തിനാണ് ഈ പുസ്തകം എഴുതിയത്? ജോസി സാർ ഇപ്പം എൻ്റെ മലയാളം കുറേ നല്ലതായെന്ന് പറഞ്ഞു. പക്ഷേ വെൻ യു സെഡ് യുവാക്കൾ, ഇൻ മൈ ഹെഡ് ഐ യുവാക്കളാണോ? ഞാൻ വിചാരിച്ച യുവന്മാരെന്നായിരിക്കും. പക്ഷേ അത് പോട്ടെ, ഉള്ള മലയാളം വെച്ചുകൊണ്ട് ആവശ്യമുള്ളപ്പം കുറച്ച് ഇംഗ്ലീഷും ഒക്കെ കൂടെ ചേർത്തരച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇത് വൈ ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പം ഹിന്ദുത്വയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്, വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അപ്പം നാച്ചുറലി ആസ് എനിബഡി ഹു തിങ്സ് അബൌട്ട് ദീസ് തിങ്സ് എനിക്കും അതിനെപ്പറ്റി ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നോർമലി ഒരു സിംപ്ലിസ്റ്റിക് നാരറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ സാവർക്കർ എന്ന് പറഞ്ഞ ഒരാൾ ഹിന്ദുത്വത്തെ പറ്റി ഒരു പുസ്തകം എഴുതി, അവിടുന്ന് ബേസിക്കലി ഉണ്ടായി വന്ന ഒരു സംഭവം എന്നാണ്.
പക്ഷേ എനിബഡി ഹു സ്റ്റഡീസ് ഹിസ്റ്ററി വിൽ നോ, ഒരു കാര്യം അങ്ങനെ ഒരു വൽപ്പംകാലത്ത് എണ്ണിച്ചൊരു പുസ്തകം എഴുതിയ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഫിനോമിനൻ അങ്ങനെ ഉണ്ടായി വരില്ല. Savarkar gave Hindutva its most lasting definition, its most lasting enduring form. പക്ഷേ ഹിന്ദുത്വ എന്നുള്ള വാക്കും അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമവും ആ ഒരു ഇമ്പൾസും അതിന് മുമ്പേ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിന് മുമ്പേ ആൾക്കാർ അത് ചർച്ച ചെയ്തും അതിനെ ക്രിസ്റ്റലൈസ് ചെയ്തും ഡിസ്റ്റിൽ ചെയ്തും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് വെരി ക്യൂറിയസ് ടു സീ ഹൗ വി റീച്ച് ദിസ് ജങ്ക്ചർ. ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് അതായിരുന്നു ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അതിനകത്തും എനിക്ക് പിന്നെ മനസ്സിലായത് ഓഫൻ the Hindutva conversation is viewed through the prism of Hindu-Muslim relations. പക്ഷേ എനിക്ക് ഒരു ഗ്യാപ്പ് പോലെ തോന്നിയത് colonialism, the role colonialism played in reshaping us and our own sense of us. അതിൻ്റെ കൂടെ the encounter with Christianity and Christian missionaries. That is Christianity in the sense of a religion of a book, religion of a certain mold versus a much more fluid, a very different kind of cultural system. ഇത് രണ്ടും കൂടെ വന്ന് ചേർന്ന് മുട്ടിയപ്പം ഉണ്ടായ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് വെച്ചത് ഗോഡ്സ് ബിക്കോസ് ദർ ആർ ഡിബേറ്റ്സ് ഓൺ ഒരു ദൈവമാണോ പല ദൈവങ്ങളാണോ, അത് മോണോതിയസം ആണോ പോളിതിയസം ആണോ, മോണോതിയസത്തിന് അടി പോളിതിയസം ആണോ, അങ്ങനെ കുറേ ഗോഡ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഗൺസ് ഇസ് എ മെറ്റഫർ റിയലി ഫോർ കൊളോണിയലിസം. കൊളോണിയലിസത്തിൻ്റെ ഒരു വയലൻസ് കൊണ്ടുണ്ട്, പക്ഷേ ആൻറ്റി കൊളോണിയൽ റെവല്യൂഷണറീസിൻ്റെ ഒരു യൂസേജ് ഓഫ് ഗൺസും അവസാനം ഉള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് കാണാം. ആൻഡ് മിഷണറീസ് ആർ ദ തേർഡ് എലിമെൻറ്റ്, എ വെരി ഫാസിനേറ്റിംഗ് എലിമെൻറ്റ്. അതും ഒരു ടൈപ്പിലുള്ള മിഷണറി അല്ല. ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് സെഞ്ച്വറീസിൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ മിഷണറീസിൻ്റെ തന്നെ രൂപവും ആറ്റിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാത്തലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, അവർ തമ്മിൽ വഴക്കുമുണ്ട്. അപ്പോൾ ആരും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതല്ല, അതിനുള്ളിൽ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ലെയേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് തീംസിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡൻറ്റിറ്റി, അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. So in one sense this is about the prehistory of or cultural nationalism or Hindu. It's funny you say that because in the working title was that, a prehistory of Hindu nationalism. Why did you change that then? Our publishers didn't want that. Okay, ഈ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് ആദ്യം മുതൽ അതാ ആദ്യം മുതലേ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ സവർക്കറിൽ എത്തിച്ചേരുന്ന ആ ഒരു കാലമാണ്, അല്ലെങ്കിൽ അതിലെ പല ധാരകളാണ്. എങ്ങനെയാണ് സവർക്കർ അല്ലെങ്കിൽ സവർക്കർ മോഡൽ ഓഫ് ഹിന്ദു നാഷണലിസം ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ വിഷയം. പക്ഷേ അത് ഒരുപാട് വർഷത്തെ ഒരു ചരിത്രമാണ് മനു പറയുന്നത്. മനുവിൻ്റെ എഴുത്ത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദി റെഫറൻഷ്യൽ സൈറ്റേഷൻസ്. ഫോർ എവ്രി ആർഗ്യുമെൻറ്റ് യു വിൽ ഹാവ് മോർ ദാൻ വൺ സൈറ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ട് മനു പറയുന്ന കാര്യത്തെ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. ഇത് വിവാദം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ മനുവിനോട് വഴക്ക് കൂടാമെന്നോ അല്ലെങ്കിൽ ഡെഫമേഷൻ കൊടുക്കാമോ കേസ് കൊടുക്കാമോ എന്ന് പറഞ്ഞു വന്നാലും ആൾക്കാർക്ക് ഐഡിയാസ് കൊടുക്കില്ലേ. ഓൾറെഡി ഒരു തവണ മനുവിൻ്റെ ആദ്യത്തെ പുസ്തകം കേസ് പോയതാണ്, അറിയാമല്ലോ, ഡെഫമേഷൻ വരെ വന്നതാണ്. പക്ഷെ വന്നിട്ടും കാര്യമില്ല, കാരണം ഇതിൽ കൃത്യമായിട്ട് സൈറ്റ് ചെയ്തിട്ട് ഇതാ ഇന്ന റെക്കോർഡിൽ ഇന്ന പറയുന്നു, ഇത് വെച്ചിട്ടാണ് മനു ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം മനുവിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതിയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ നോവൽ വായിക്കുന്ന പോലെ നല്ല രസത്തിൽ വായിച്ചു പോകാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ യുവ വായനക്കാരെ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് കളർഫുൾ ക്യാരക്ടേഴ്സാണ്. ഈ നല്ല രസകരമായ ചില കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മനു ഈ ചരിത്രം പറയുന്നത്. ഇപ്പോൾ ഈ നോവല് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ എഡ്വേർഡ് ഏഴാമൻ്റെ കൊറോണേഷന് പോയ ജയ്പൂർ രാജാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ദാറ്റ് വാസ് ഇൻ 1902. അത് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. അത് മനു തന്നെ പറയട്ടെ. അത് ഇറ്റ്സ് എ വേ ഓഫ് കണ്ടൻസിങ് ഹൗ ഹിന്ദു സൊസൈറ്റി വാസ് ഏബിൾ ടു ഗെറ്റ് അറൗണ്ട് ഓക്വേർഡ് സിറ്റുവേഷൻസ്. അപ്പം നടന്നത്, പുതിയൊരു രാജാവ്, ക്വീൻ വിക്ടോറിയ മരിച്ചു, പുതിയൊരു രാജാവ് വരുന്നു. ആ സമയത്ത് ജയ്പൂരിലെ രാജാവിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, ലണ്ടനിലേക്ക് വന്ന് കാഴ്ച കൊടുത്ത് മുഖം കാണിച്ച് ആ കോറോണേഷൻ സെറമണിക്ക് വേണ്ടി വരണം എന്നുള്ള ഒരു കൽപ്പന വന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് രാജാവിന് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അയാൾക്ക് മാത്രമല്ല ചിലപ്പം ലണ്ടനൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് ട്രഡീഷൻ്റെ ഒരു വെയിറ്റും കൂടെ ഉണ്ട്. ട്രഡീഷനിൽ പറയുന്നത് അങ്ങനെ കടൽ ക്രോസ് ചെയ്ത് ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദുവിന് പോകാൻ പാടില്ല എന്നുള്ള ഒരു ട്രഡീഷനും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു റിലീജിയസ് സ്ട്രിക്ചർ ഉള്ളപ്പം എങ്ങനെയാണ് ലണ്ടനിലേക്ക് കോറോണേഷനിലേക്ക് പോകുന്നതിനൊരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാജാവ് എന്ത് ചെയ്തു, ആസ് മോസ്റ്റ് കിങ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഹിസ്റ്ററി ഡു, അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു.
പണ്ഡിതന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ട് ഒരു പരിഹാരം വേണം, ഒരു വഴി വേണം പോകാൻ വേണ്ടി. അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു ആയിക്കോട്ടെ, രാജാവ് പോകുന്നില്ല, അപ്പം ഇയാൾ പോകുന്നതായിട്ട് കാണിക്കണ്ട, താങ്കൾ പൂജിക്കുന്ന ഒരു മൂർത്തിയുണ്ട് വിച്ച് ഇസ് ശ്രീ ഗോപാൽജി. അപ്പം അദ്ദേഹത്തിൻ്റെ ഭഗവാനാണ്, പേഴ്സണൽ ഭഗവാനാണ് ശ്രീ ഗോപാൽജി. നമുക്കിങ്ങനെ ആക്കാം, ശ്രീ ഗോപാൽജിയാണ് ലണ്ടനിലേക്ക് പോകുന്നത്. എൻ്റെ ശ്രീ ഗോപാൽജിയെ പൂജിക്കുന്ന നല്ല ഒരു ഡെവോട്ടി ഉള്ള ഒരു പൊസിഷനിൽ രാജാവ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുവാണ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിനെ സേവിക്കാൻ വേണ്ടി ഇങ്ങനെ ലണ്ടനിലേക്ക് പോവാണ്. അപ്പം ദ മെയിൻ പേഴ്സൺ ഗോയിങ് ഇസ് ദ ഡെയിറ്റി, നോട്ട് ദ രാജ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ആദ്യം ഒരു പുതിയ കപ്പൽ കണ്ടുപിടിക്കുന്നു, ആരും ഉപയോഗിക്കാത്ത പരിശുദ്ധമായ ഒരു കപ്പൽ. പിന്നെ ജയ്പൂരിൽ നിന്ന് കുറേ ബ്രാഹ്മിൻസും ഒക്കെ പോയിട്ട് അതിനെ ശുദ്ധമാക്കി, വെള്ളം കുടഞ്ഞും ഗോമൂത്രം കുടഞ്ഞൊക്കെ ഗംഗാജലമൊക്കെ ചെയ്ത് അതിനെ ശുദ്ധമാക്കുന്നു. പിന്നെ അവർ പറയുന്നു, പുരാണങ്ങളിൽ ശ്രീരാമൻ പണ്ട് വെള്ളം ക്രോസ് ചെയ്തല്ലോ ലങ്കയിലേക്ക് പോയത്, അതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില റിച്വൽസ് ഉണ്ട്, അതേ റിച്വൽസ് നമ്മൾ പിന്നെയും ചെയ്യുന്നു. അതും അവർ ബോംബെയുടെ പോർട്ടിൽ തേങ്ങ ഉടച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ റിച്വൽസും ചെയ്യുന്നു. പിന്നെ ഗംഗാജലം 3-4 വലിയ പാത്രങ്ങളിനകത്ത്. അപ്പോൾ രാജാവിനപ്പം ഇംഗ്ലണ്ടിൽ പോകുമ്പം അവിടുത്തെ വെള്ളം കുടിക്കേണ്ട ഗതി വരുത്തില്ല. ഗംഗാജലത്തിൽ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഗംഗാജലം കുടിക്കുകയും തളിക്കുകയും വേണ്ടി എല്ലാം ചെയ്യുന്ന അത്രയും ഗംഗാജലം 4-5 സിൽവർ ഏൺസ് എടുത്തുകൊണ്ട് അതും കൊണ്ടുപോയി. ആൻഡ് അതും ബൈ ദ വേ അവർ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പം ദ സീസ് വർ വെരി ചോപ്പി. അപ്പോൾ ഒരു പേടിയുണ്ടായി ഇനി ഈ കപ്പൽ മുങ്ങിപ്പോകുന്നു. അപ്പോൾ കൂടെ പോയ ചില ബ്രാഹ്മണന്മാരും പറഞ്ഞു, ഇത് ചിലപ്പം സീ ഗോഡ് വരുണന് പിടിക്കാത്തതുകൊണ്ടായിരിക്കും രാജാവ് ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ഏൺ ഓഫ് ഗംഗാജലം നമുക്ക് സമുദ്രത്തിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞ് ഒരു ഏൺ എവിടെയോ മെഡിറ്ററേനിയൻ സീയുടെ അടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട് വെള്ളിയുടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവർ അവസാനം ലണ്ടനിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോഴും രാജാവിൻ്റെ ഡേറ്റിയാണ് ആദ്യത്തെ കാരേജിലിരിക്കുന്നത്, രാജാവ് പുറയിലാണ് എപ്പോഴും പോകുന്നത്. ആസ് ബിക്കോസ് ഈസ് ലിറ്ററലി ഫോളോയിങ് ദ ഡേറ്റി. എന്നിട്ട് ഇത് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ രാജാവ്. നമ്മളെപ്പം നോക്കിയാലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ചില റിച്വൽസ് ഒക്കെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ തിരുവിതാംകൂറിനെ പറ്റിയാണ്. 1939-40 രാജാവും രാജാവിൻ്റെ ആണ്ടായ സീനിയർ മഹാറാണി തമ്മിൽ വഴക്ക് നടക്കുക. ആ സമയത്ത് സീനിയർ മഹാറാണിയുടെ കൊച്ചുമകളുടെ പ്രസവവും പിന്നെ കൊച്ചുമകൾ ഉണ്ടായി, മകൾക്കൊരു കുട്ടി ഉണ്ടായി. പക്ഷേ ഈ മകൾ ഗർഭിണിയായപ്പം ഈ വഴക്കുള്ളതുകൊണ്ട് രാജാവ് ആ ഗർഭത്തിനെ റെക്കഗ്നൈസ് ചെയ്തില്ല. കുട്ടി ഉണ്ടായപ്പം രാജാവ് പറഞ്ഞു, ഞാൻ റെക്കഗ്നൈസ് ചെയ്യാത്ത ഗർഭമാണ്, അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കുട്ടിക്ക് 6 മാസം കഴിഞ്ഞപ്പോഴാണ് രാജാവ് ആ വഴക്ക് തീർന്നത്. വഴക്ക് തീർന്നപ്പം രാജാവ് പറഞ്ഞു, നൗ ഐ വിൽ റെക്കഗ്നൈസ് ദ ബേബി. നമ്മുടെ രാജകുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഈ കുട്ടിയെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷേ അപ്പോഴേക്കും കുട്ടിക്ക് 6 മാസം വയസ്സായി. അപ്പോൾ എങ്ങനെയാണ് റിച്വൽസൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ കുട്ടിയെ ഈ ലോട്ടസ് ലീവ്സിനകത്ത് പൊതിഞ്ഞ് അമ്മയുടെ വയറ്റത്തോട്ട് പിടിച്ചു. അപ്പം പിന്നെയും ഗർഭിണിയായിട്ടിരിക്കുന്നതിൻ്റെ ആ എല്ലാ റിച്വൽസും പിന്നെയും ചെയ്തു. പിന്നെ ആ ലോട്ടസ് ലീവ്സ് തുറന്ന് അവിടെ ഉള്ളവരെല്ലാം ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡ്രാമ ഒക്കെ കാണിച്ച് കുട്ടി പ്രസവിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ ഒരു സെക്കൻഡ് പ്രസവം ചെയ്തിട്ടാണ് 6 മാസമുള്ള കുട്ടിയെ ജസ്റ്റ് ജനിച്ച കുട്ടി എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തേ. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഇങ്ങനത്തെ മാനിപ്പുലേഷൻ ഓഫ് ട്രഡീഷൻ ഇസ് പോസിബിൾ ടു ഗെറ്റ് തിങ്സ് ഡൺ, ടു മൂവ് ഓൺ, ടു മൂവ് അഹെഡ്. പശുക്കളുടെ കാര്യം പറഞ്ഞില്ല. കുറേ പശുക്കളെയും കൊണ്ടുപോയി രാജാവ്, 4-5 പശുക്കളെയും കൊണ്ടുപോയി. അത് അയാൾ മാത്രമല്ല, നേപ്പാളിൽ നിന്ന് പോകുന്ന രാജാക്കന്മാരും ഗായ്ക്വാഡ് ഓഫ് ബറോഡ ഇവരെല്ലാം പോകുന്നത് പശുക്കളെയും പിടിച്ചുകൊണ്ടാണ്. പശുക്കൾ ചിലതൊക്കെ ചത്തുപോകും പോകുന്ന വഴിക്ക്. ഇപ്പം അവർക്ക് കപ്പലേ കയറി ശീലമില്ലാത്തതുകൊണ്ട് ചില പശുക്കളൊക്കെ എയ്ഡിനിലൊക്കെ എത്തുമ്പോഴേക്കും ഓൾറെഡി പാവം സ്ട്രെസ്സായിട്ട് മരിച്ചു വീഴും. പക്ഷേ ബാക്കിയുള്ള എല്ലാം ചില പശുക്കൾ അതുപോലെ തിരിച്ച് വന്ന റെക്കോർഡ്സും ഉണ്ട്. ഇതിൽ വെളിപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബ്രാഹ്മണിക്കൽ കൗശലമാണ്. എന്തിനും പരിഹാരമുണ്ടാക്കാൻ ഉള്ളത്. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പിന്നെ വരാം. കാരണം എനിക്കിതിലെ കഥാപാത്രങ്ങളെ ഒന്ന് അവതരിപ്പിക്കണമെന്നുണ്ട്. ആദ്യം നമുക്ക് അക്വാവീവയുടെ കഥ പറഞ്ഞാലോ? സാക്ഷാൽ അക്ബർ ചക്രവർത്തിയെ മാമോദീസ മുക്കാൻ ശ്രമിച്ച ജെസ്യൂട്ട് പ്രീസ്റ്റ്. ഇത് മിഷണറീസ് ആ കാലത്ത് ഇന്ത്യയിലേക്ക് വരുമ്പം ദേ കമ്മിങ് ഫ്രം എ സർട്ടൻ കാഴ്ചപ്പാട്. അത് കുറ്റം പറയുന്ന രീതിയിലല്ല. ഇന്നും നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ തന്നെ റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ സംഭവത്തിൽ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാട് സോ ഫിക്സ് ദറ്റ് ആൾക്കാർ ദേ വോണ്ട് ബഡ്ജ്. ഇത് തന്നെയാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്, ഇത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് ഇന്നും നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു 600 വർഷം മുമ്പൊക്കെ ആൾക്കാർക്ക് എന്തുമായിരുന്നു അവരുടെ ഒരു ഫ്രെയിം വർക്ക് ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. അപ്പം മിഷണറീസ് വരുമ്പോൾ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് വാസ് ദറ്റ് ഭഗവാൻ അല്ലെങ്കിൽ ദൈവം ബൈബിൾ തന്നിട്ടുണ്ട്, ത്രൂ ജീസസ് നമുക്കൊരു മെസ്സേജ് ഓഫ് ഗോഡ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി നൗ ടു ഗോ ഔട്ട് ആൻഡ് സ്പ്രെഡ് ദ വേർഡ്. അത് അവർ ഫുൾ കൺവിക്ഷനോടെ ഫുൾ സിൻസിയറിറ്റിയോടെയാണ് അവരുടെ ബിലീഫ് അങ്ങനെ വരുന്നത്. അപ്പോൾ അവരും ഇന്ത്യയിലേക്കൊക്കെ വരുമ്പം അവരുടെ വിചാരം ദിസ് ഇസ് ആർ ഡ്യൂട്ടി നൗ ടു കൺവേർട്ട് പീപ്പിൾ ആൻഡ് ദ ബെസ്റ്റ് തിങ് ടു കൺവേർട്ട് ഇസ് ടു കൺവേർട്ട് ദ കിങ്.
കാരണം ഒരു രാജാവിനെ കൺവേർട്ട് ചെയ്താൽ പിന്നെ പ്രജയും ഫോളോ ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇവർ ആദ്യം അക്ബറുടെ കോർട്ടിലേക്ക് പോകുന്നത്. അപ്പം പോകുമ്പം ദേ ഇനിഷ്യലി വെരി ത്രിൽഡ്, കാരണം അക്ബർ അവരെ റിസീവ് ചെയ്യുന്ന യൂറോപ്യൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പാർട്ടിയൊക്കെ കൊടുത്ത് വലിയ ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ്. ബൈബിളിൻ്റെ ഗോസ്പിൾസ് ഒക്കെ കിട്ടുമ്പോൾ അത് തലയിലൊക്കെ തൊട്ട് വലിയ ഭക്തിയൊക്കെ കാണിച്ചാണ് അക്ബർ റിസീവ് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യലി അക്ബർ ബീവിയുടെ ഒക്കെ വിചാരം ഇപ്പം ഉടനെ വിതിൻ എ ഫ്യൂ വീക്സ് രാജാവിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരിയ്ക്കുന്നത്. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലാവുന്ന അക്ബർ അങ്ങനത്തെ വ്യക്തി അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളല്ല. കാരണം അക്ബർ ഇസ് ജസ്റ്റ് മിക്സിങ് അപ്പ് ലോട്ട്സ് ഓഫ് തിങ്സ് ബിക്കോസ് ഹി ഹാസ് ഹിസ് ഓൺ വിഷൻ. അക്ബറും ഗംഗാജലം കുടിക്കുന്നുണ്ട്, സൂര്യൻ്റെ നെയിംസ് എടുക്കുന്നുണ്ട്, ചില ദിവസം ജെയിൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് വെജിറ്റേറിയൻ പ്രാക്ടീസസ് വെക്കുന്നുണ്ട്, ഹിന്ദു കസ്റ്റംസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് പിന്നെ മനസ്സിലായി, ഇയാൾ കൺവേർഷന് വേണ്ടി അല്ല ചെയ്യുന്നത്, ഹീസ് ജസ്റ്റ് ക്യൂറിയസ് അബൌട്ട് ദിസ് ആൻഡ് ഹീസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് സംതിങ് ഫോർ ഹിംസെൽഫ്. പക്ഷേ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് അക്ബറുടെ കോർട്ടിൽ ദേ വർ ഓൾസോ ഏബിൾ ടു ഡിബേറ്റ് റിലിജൻ. എന്ന് വെച്ചാൽ ജെയിൻസും വരും, ബ്രാഹ്മിൻസും വരും, മറ്റ് മതക്കാരും വരും, മുസ്ലിം ക്ലെറിക്സും കാണും. പിന്നെ ഈ ഫാദേഴ്സിനോടും പറഞ്ഞു, നിങ്ങളും കൂടെ പോയിട്ട് ഐ വോണ്ട് എവറിബഡി ടു ഡിബേറ്റ്. നിങ്ങളൊക്കെ പറയുന്നത് ദൈവത്തിലേക്ക് എത്തുന്ന വഴികൾ ഇന്ന വഴികളാണ്, പക്ഷെ നിങ്ങളുടെ വഴികളൊന്നും ചേരുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ഡിബേറ്റ് ചെയ്തിട്ട് ഐ വോണ്ട് ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് ദ ബെസ്റ്റ് പാത്ത് ടു ഗോഡ്. അത് പിന്നെ വലിയ ഷണ്ടയും വഴക്കും ഒക്കെ ആയിട്ട് അവസാനം അക്ബർ തന്നെ ഇവരോട് പറഞ്ഞു, ഇതിച്ചിരി കൂടുന്നുണ്ട്, അതുകൊണ്ട് മോഡറേറ്റ് യുവർ ലാംഗ്വേജ് എ ലിറ്റിൽ ബിറ്റ്. അക്ബർ പിന്നെ സ്വന്തമായി ദിനിലാഹി എന്ന് പറഞ്ഞൊരു മതം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സിൻക്രറ്റിക് ആയിട്ടുള്ള ഒരു മറ്റൊരു രസകരമായ കഥാപാത്രം നമ്മുടെ ഇറ്റാലിയൻ ബ്രാഹ്മിനാണ്. കാരണം അത് ഭയങ്കര സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ മധുരയിൽ വന്ന് പൂണൂല് ധരിച്ച്, കാവി വസ്ത്രം ധരിച്ച്, ചന്ദനക്കുറി ഇട്ട്, സംസ്കൃതവും ഇതുമൊക്കെ പഠിച്ച് തദ്ദേശീയനായ ഒരു ക്രിസ്ത്യാനിയാകാൻ ശ്രമിച്ചു. ഇപ്പോൾ 2 മോഡലാണ് ഈ ഇതിൽ. അപ്പോൾ അത് വളരെ രസകരമായൊരു ക്യാരക്ടറാണത്. അത് ഈ ആദ്യം ഇന്ത്യയിലേക്ക് വന്ന മിഷണറീസിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ കോഴിക്കോട്ട് തന്നെ വന്നപ്പം പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, അവരുടെ വിചാരം ദൈവം എന്ന് പറയുന്നത് അവരുടെ ഡെഫിനിഷനിലാണ് ദൈവം. അപ്പം ബാക്കിയുള്ളവരെ പൂജിക്കുന്ന ദൈവം ആവാൻ സാധ്യതയില്ല, ബിക്കോസ് ദൈവം ഇസ് അവർ ദൈവം. സോ ബൈ ഡീഫാക്ടോ എനിത്തിങ് എൽസ് ഇസ് നോട്ട് ദൈവം. അതപ്പം ചെകുത്താൻ്റെ രൂപങ്ങളാണെന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പോൾ ആക്ച്വലി ഹിയർ ദ വേർഡ് ദൈവം, അതിനെ അവർ ദിയോമോ എന്ന് പറഞ്ഞ ഒരു ചെകുത്താനെയാണ് കോഴിക്കോട്ടുകാർ പൂജിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് അവരുടേത് അങ്ങനെയാണ്. ഇൻഫാക്ട് ഈ പുസ്തകത്തിൽ ഒരു പടമുണ്ട് ദിയോമോയുടെ. ആക്ച്വലി കോഴിക്കോട്ട് ഇരിക്കുന്നത് ശിവലിംഗമാണ്, പക്ഷേ അവർ വരച്ച് വെച്ചേക്കുന്ന ദിയോമോയെ കണ്ട ഇങ്ങനെ വലിയ പല്ലും ഇങ്ങനെ ക്ലോസും ഒക്കെ ഉള്ള വലിയ ക്രൗണും ഒക്കെ ഇട്ടേക്കുന്ന ഒരു ഡെവിലിഷ് ഫിഗറിനെയാണ് അവർ വരച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ദേ തിങ്ക് ഇറ്റ്സ് മോൺസ്റ്റേഴ്സ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഹിന്ദുസ് ആ പേഗൻസ് ഹു ആർ വർഷിപ്പിംഗ് മോൺസ്റ്റേഴ്സ് എന്നാണ് ആദ്യത്തെ കാഴ്ചപ്പാട്. ഗോവയിലൊക്കെ അപ്പോൾ അധികാരം കിട്ടുമ്പം ദ മിഷണറീസ് ആർ പ്രിറ്റി അഗ്രസീവ്. അവിടെ ഒരുപാട് വയലൻസ് ഉണ്ട്, അമ്പലങ്ങൾ തകർത്തി പൊട്ടിക്കുക, അവിടുത്തെ ദൈവങ്ങളൊക്കെ എക്സൈലിലേക്ക് പോവാണ്. ആ ഒരു ഫേസ് ഇസ് എ വെൽ അക്നോളജ്ഡ് ഡിഗ്രി ഓഫ് വയലൻസ് ഓവർ ദർ. പക്ഷെ കുറച്ചൊരു ജനറേഷൻ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നില്ല. പീപ്പിൾ ആർ സ്റ്റിക്കിംഗ് ടു ദിസ് ചെകുത്താൻ കൾച്ചർ ആസ് ഇറ്റ് വർ. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് നൊബിലി പോലത്തെ ഒരാൾ, അയാൾ ഗോവയിലല്ല, അപ്പം പോർച്ചുഗീസ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല, അയാൾ വന്നിരിക്കുന്നത് മധുരയിലാണ്. മധുരയിൽ വരുമ്പോൾ അവിടെ വിജയനഗർ സാമ്രാജ്യത്തിൻ്റെ ഔട്ട് പോസ്റ്റാണ്, അവരുടെ ഗവർണേഴ്സിൻ്റെ സ്ഥലമാണ്, വലിയ അമ്പലവും വലിയ ഹിന്ദു കൾച്ചറിൻ്റെ ഒരു പീക്കായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഹീ സെഡ്, ലുക്ക്, മൈ ജോബ് ഇസ് ടു സേവ് ദീസ് പീപ്പിൾ, മൈ ജോബ് ഇസ് ടു ഗിവ് ദെം ഗോഡ്സ് വേർഡ് എന്ന് ബൈബിളിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇവരുടെ കൾച്ചർ മാറ്റണം എന്ന്. പോർച്ചുഗീസ് ആറ്റിറ്റ്യൂഡ് വേറെ ആയിരുന്നു. നിങ്ങളുടെ പേര് മാറ്റണം, തുണികൾ മാറ്റണം, നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം, നിങ്ങളുടെ മ്യൂസിക് മാറ്റണം, എല്ലാം പോർച്ചുഗീസ് അങ്ങനെ മാറ്റാൻ ശ്രമിച്ച് ടു വൈപ്പ് ദ സ്ലേറ്റ് ക്ലീൻ. പേഗനിസം എന്ന് പറഞ്ഞാൽ മൊത്തം വൈപ്പ് ക്ലീൻ ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ക്രിസ്ത്യനൈസ് യു എന്നുള്ളതായിരുന്നു. നൊബിലിയുടെ ആറ്റിറ്റ്യൂഡ് തിരിച്ചായിരുന്നു, സെയിങ് യു കീപ് എവറി ആസ്പെക്ട് ഓഫ് യുവർ കൾച്ചർ, ഐ ജസ്റ്റ് വാണ്ട് യു ടു ചേഞ്ച് യുവർ റിലിജൻ. അതിന് ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹം കണ്ടുപിടിച്ച രീതികൾ എന്ന് വെച്ചാൽ, ഒന്ന്, ബൈബിളിനെ അദ്ദേഹം ബൈബിളായിട്ടല്ല 5ാം വേദം, സത്യവേദം എന്നുള്ള രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഒരു ബ്രാഹ്മൺ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രാഹ്മണായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണേൽ പൂണൂൽ ഇട്ടുകൊണ്ട് വരാം, പൂണൂലിലേക്ക് ഞാൻ ചെറിയൊരു കുരിശിടും, അത്രയേ ഉള്ളൂ. അപ്പം കുരിശുള്ള പൂണൂൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ബ്രാഹ്മൺ കൺവേർട്ട് ആയിട്ട് ഒരു ബ്രാഹ്മൺ ക്രിസ്ത്യനായിട്ട് വരാം. അദ്ദേഹത്തിൻ്റെ പള്ളികളിൽ ഹി ഹാഡ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ദ സെൻസ് ദറ്റ് അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻ കൺവേർട്ട്സ് ആണ് മുമ്പിലിരിക്കുന്നത്,
സോ കോൾഡ് അവർണ സമുദായങ്ങളിലെ ആൾക്കാരാണെങ്കിൽ അവരെ പുറത്ത് നിർത്തിക്കൊണ്ടുള്ള പള്ളി സെറ്റപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ശീലങ്ങൾ അദ്ദേഹം മാറ്റി. തമിഴ് പഠിച്ചു, സംസ്കൃതം പഠിച്ചു, കാവി ഉടുത്ത് തുടങ്ങി, പൂണൂല് ധരിച്ചു, തറയിലിരുന്ന ഇലയിലാണ് വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും ഒരു നാടകമായിട്ട് ചെയ്യുന്നതല്ല. ഹി റിയലി ഇൻറ്റേർണലൈസ് ദ ലോജിക്. കാരണം ഒരിക്കൽ ഇദ്ദേഹം ഗോവയിലേക്ക് തിരിച്ചു പോയപ്പം സ്വന്തം സുപ്പീരിയേഴ്സിൻ്റെ കൂടെ ഇരുന്നില്ല കഴിക്കാൻ. കാരണം അയാൾ പറഞ്ഞു, നിങ്ങളൊക്കെ പറങ്കികളാണ്, ഞാൻ പക്ഷേ ഒരു ഇറ്റാലിയൻ റോമൻ ബ്രാഹ്മണാണ്, അതുകൊണ്ട് ഞാൻ തറയിലിരുന്ന് ഒരു ബ്രാഹ്മൺ കുക്ക് ഉണ്ടാക്കി തരുന്നതേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹീ കംപ്ലീറ്റ്ലി ഇൻഡിജിനൈസ്ഡ് ക്രിസ്ത്യാനിറ്റി. അപ്പം തമിഴ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇപ്പോഴും യു വിൽ ഫൈൻഡ് ഫാദേഴ്സ് ഹു വെയർ സാഫ്രൻ റോബ്സ്. കർണാടകയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ടീക്ക, ചുമന്ന മഞ്ഞളും അല്ലെങ്കിൽ ടീക്ക വെച്ച് ചുമന്ന സാധനമൊക്കെ വെച്ച് നെറ്റിക്ക് വെച്ചുകൊണ്ട് പൂജ ആർത്തി ചെയ്യുന്ന പോലെ ആർത്തിയൊക്കെ ചെയ്ത് വരുന്ന ഫാദേഴ്സും നമുക്ക് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ചില ഹിന്ദു ദേവികൾക്ക് നമ്മൾ മൃഗബലി ചെയ്യുമല്ലോ, ഗോട്ട്സിനെയൊക്കെ. അതുപോലെ ചില ക്രിസ്ത്യൻ ഫാദേഴ്സിൻ്റെ ഷ്രൈൻസിൽ ഇപ്പോഴും ചില ക്രിസ്ത്യൻസിൻ്റെ കസ്റ്റംസ് ഉണ്ട് ഗോട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. ബിക്കോസ് മധുരയിലെ ക്രിസ്ത്യാനിറ്റി ബിക്കെയിം കംപ്ലീറ്റ്ലി ഇൻഡിജിനൈസ്ഡ്. ഇറ്റ് വാസ് ക്രിസ്ത്യാനിറ്റി, പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് രൂപം. ആൻഡ് ദാറ്റ് ഐ ഫൗണ്ട് വെരി ഫാസിനേറ്റിംഗ്, ദിസ് ഹൗ റിലിജൻ കെൻ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറീസ് വരുമ്പോൾ ഇതൊക്കെ കാത്തലിക് മിഷണറീസാണ് ആദ്യത്തെ ഘട്ടത്തിൽ. ബ്രിട്ടീഷുകാരുടെ അടി പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് വരുമ്പോൾ അവർ കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്, അങ്ങനെ അങ്ങ് ഇൻഡിജിനൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്നാലും ശ്രമിച്ചിട്ടും എസ്പെഷ്യലി കാസ്റ്റിനെ മറികടക്കാൻ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഈവൻ ഫോർ ദീസ് മിഷണറീസ്. ടു ദി എക്സ്റ്റെൻറ്റ് ദറ്റ് അറ്റ് എ സർട്ടൺ പോയിന്റ്, ഇപ്പം കേരളത്തിൽ തന്നെ അറ്റ് എ സർട്ടൺ പോയിന്റ് മിഷണറീസിന് ഒരു ഭയം ഉണ്ടായിരുന്നു. ഇഫ് ഓൺലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, സോ കോൾഡ് അവർണർ മാത്രം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനിറ്റി അവരുടെ മാത്രം ഒരു റിലിജനായിട്ട് ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ട് ആൾക്കാർ കാണും. അപ്പം ഏതോ ഒരു മിഷണറി എവിടെയോ പോയപ്പം ബൈബിളിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ പേര് ലോക്കൽ ആൾക്കാർ പറഞ്ഞത് കൊറവർ വേദം എന്ന് വെച്ചാൽ കൊറവർ സമുദായക്കാരുടെ വേദമാണ്, അല്ലാതെ ബൈബിൾ എന്നല്ല അവർ വിളിക്കുന്നത്. അതപ്പം ചില മിഷണറീസും അത് പോരാ, ഹയർ കാസ്റ്റ് ഹിന്ദുസ് തന്നെ വേണം. സോ യു നീഡ് ടു സോർട്ട് ഓഫ് ബ്രാഹ്മിനൈസ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി തന്നെ ഒരു രീതിയിൽ ബ്രാഹ്മണൈസ് ചെയ്ത് വരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞു, മിഷണറീസ് ഒരു രൂപത്തിലല്ല വരുന്നത്. ചിലവർ വളരെ ആംഗ്ലിസൈസ്ഡ് ആണ്, ചിലവർ വളരെ ഇൻഡിജിനൈസ്ഡ് ആണ്, ചിലവർ ഇപ്പോൾ ഫ്രാൻസിസ് സേവിയർ പോലത്തെ മിഷണറീസ് ഇന്ത്യൻ ഭാഷകൾ പോലും പഠിച്ചില്ല. പക്ഷേ ഹി മാനേജ് ടു കൺവേർട്ട് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഒരു മെക്കാനിക്കൽ രീതിയിൽ, ഒരു പേരിന് മാത്രം ഒരു ബാപ്റ്റിസം ചെയ്തു, അവരുടെ ഭാഷയിൽ 3-4 വാക്കുകൾ പഠിച്ച് എന്തോ നോക്കിയൊന്നും ചെയ്തു. ദാറ്റ് വാസ് ഹിസ് സ്റ്റൈൽ. നൊബിലി എന്ന അതർ സൈഡ് സംസ്കൃതം പഠിച്ചു, വേദം വായിച്ചു, ഇതെല്ലാം ചെയ്തിട്ടാണ്, ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഇറങ്ങിയത്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഈ പുസ്തകത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ മനു പറഞ്ഞത്. ഫ്രാൻസിസ് സേവിയറിനെ പോലെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സെയിൻ്റ് ആണല്ലോ അദ്ദേഹം. ഇപ്പോൾ ചെയ്ത ഒരു രീതി, അതേസമയത്ത് നമ്മുടെ നൊബിലിയെ പോലുള്ള ഈ ഇറ്റാലിയൻ പ്രീസ്റ്റ് ചെയ്ത്, രണ്ടുപേരും ജസ്യൂട്ട് പ്രീസ്റ്റാണ്, കാത്തലിക് മിഷണറീസാണ്. പിന്നെ ഈ കാസ്റ്റിൻ്റെ ഒരു ടെൻഷൻ പറഞ്ഞല്ലോ, അത് ഇപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. ഇവിടുത്തെ സിറിയാനി ക്രിസ്ത്യാനികൾ ഇപ്പോഴും അവർ തോമാസ്ലിയ വന്ന് നമ്പൂതിരിമാരെ മാമൂസ മുക്കിയതിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നുള്ളൊരു വലിയ കള്ളം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുകയും മറ്റുള്ളവരുടെ അടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്പൂതിരിമാരൊക്കെ വരുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ അത് ഇപ്പോഴും തുടരുന്നൊരു സംഗതിയാണ്. അതിൽ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. 1806 എന്തോ ഒരു പ്രൊട്ടസ്റ്റന്റ് മിഷണറി വന്ന് തിരുവിതാംകൂർ രാജാവിനെ കാണാൻ പോയി തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയിൽ പറഞ്ഞു, ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ വെള്ളക്കാരൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി, എന്നിട്ട് നിങ്ങളുടെ നാട്ടിലെ നസ്രാണികൾ ഞങ്ങളൊക്കെ സെയിം റിലിജൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, സാധ്യമല്ല, നിങ്ങളെങ്ങനെയാണ് സെയിം ആവുന്നത്, അവരുടെ രീതികൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അയാൾക്ക് രാജാവിനെ വിശ്വസിക്കാനേ വയ്യ ഇത് രണ്ടും ഒരേ റിലിജൻ്റെയാണ്. കുരിശുണ്ട്, ബൈബിളും ഉണ്ട്, പക്ഷേ ഹി കനോട്ട് ബിലീവ് ദറ്റ് ദീസ് ടു ആർ ദ സെയിം. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് അങ്ങനത്തെ ഒരു വ്യത്യാസം അന്നുള്ളവർക്കും കാണാമായിരുന്നു, ബിക്കോസ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ആൻഡ് കാസ്റ്റ് പ്രാക്ടീസസ്. കാരണം നസ്രാണീസ് വാസ് സീൻ ഓൾമോസ്റ്റ് ആസ് എൻ അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ്. നൊബിലി മധുരൈ ചെയ്തൊരു കാര്യം, ഈ ബ്രാഹ്മണരെ മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കിയപ്പോൾ അവരുടെ പൂണൂല് പൊട്ടിച്ചു കളഞ്ഞിട്ട് കുരിശ് വെച്ചൊരു പൂണൂല് വേറെ വെച്ചു തന്നു. അത് ഭയങ്കര കൗതുകകരമായ ഒരു സംഗതിയായിട്ട് തോന്നുന്നു. ഉള്ള പൂണൂല് മുറിച്ച് കളഞ്ഞിട്ട് കുരിശ് വെച്ച പുതിയ. അതുമാത്രമല്ല, ഇപ്പം ഒരു ഗ്രാൻറ്റിനെ പറ്റി ഞാൻ എഴുതുന്നുണ്ട്. എവിടെയോ ഒരു പള്ളിക്ക് ആ ഒരു ലോക്കൽ രാജാവ് തമിഴ്നാട്ടിൽ ഒരു നാടിൻ്റെ റവന്യൂ ഡൊണേഷനായിട്ട് കൊടുത്തു. സാധാരണ നമ്മൾ അമ്പലങ്ങൾക്കാണ് കൊടുക്കുന്നത്, കുറേ ഭൂമി അല്ലെങ്കിൽ നാടുകൾ എഴുതി കൊടുക്കും അമ്പലത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി. അതുപോലെ ഈ പള്ളിക്ക് കൊടുത്തു. എന്നിട്ട് ആ ഗ്രാൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഗ്രാൻറ്റ് ഈസ് ഫോർ എറ്റേണിറ്റി എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഉള്ള അത്രയും കാലം ഈ ഗ്രാൻറ്റിന് വാലിഡിറ്റി ഉണ്ട്. ഈ ഗ്രാൻറ്റിനെ ആരെങ്കിലും വന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ അത് പശുവിനെ കൊല്ലുന്നതിൻ്റെ അത്രയും സിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ
ഏറ്റവും വലിയ ഹിന്ദുസിന്റെ പാവം. സേക്രഡ് കൗവിന്റെ കോൺസെപ്റ്റ് ഇസ് യൂസ് ടു പ്രൊട്ടക്ട് എ ഗ്രാന്റ് ഗിവൻ ടു എ ക്രിസ്ത്യൻ ചർച്ച്. സോ യു സി നമ്മൾ ഈ ബൈനറീസ് ഉണ്ടാക്കത്തില്ല, ക്ലിയർ കട്ട് ഡിവിഷൻസ് ഉണ്ടാക്കുന്നത് ആ രീതിയിലല്ല റിയലി ഈ ഒരു ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനിറ്റിയും ആ ഒരു ഹിന്ദു കൾച്ചറൽ പ്രാക്ടീസസും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്. മനുവിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാന ആർഗ്യുമെൻറ്റ് നമ്മുടെ ഈ ഐഡൻറ്റിറ്റി ഫോർമേഷനാണ്. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വരുന്ന എപ്പോഴും യു അസേർട്ട് ഇറ്റ് വെൻ യു ഫീൽ ത്രെറ്റൻഡ്. നമുക്ക് എപ്പോഴാണ് ഒരു അപരം ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ്. ഇപ്പോൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നൊരു സംഗതിയാണല്ലോ ഈ വൈരുദ്ധ്യങ്ങൾ. അത് ആന്തരിക വൈരുദ്ധ്യമുണ്ട്, പുറത്തുനിന്നുള്ള വ്യത്യസ്തതകളും ഇതിൽ സംഘർഷം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ശൈവന്മാരും വൈഷ്ണവ സമുദായം തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് മനു വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ജൈന പാരമ്പര്യവും ബുദ്ധ പാരമ്പര്യവുമായി ഹിന്ദുമതത്തിനുണ്ടാകുന്ന ഇടർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കൊളോണിയൽ കാലത്ത് അധികാരം കൂടി വരുമ്പോഴും പിന്നീട് ഇപ്പുറത്ത് വടക്ക് മുസ്ലിം ഇൻവേഷനും അതിനുശേഷം ഉണ്ടായ ആ ഒരു ഇതൊക്കെ കൂടിയാണ് ഈ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ഒരു തുടക്കം. അതിനെ എങ്ങനെയാണ് ഒരു ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം ഞാൻ മുമ്പ് ആദ്യമേ പറഞ്ഞ പോലെ ഓവർനൈറ്റ് ഒരു വെളുപ്പങ്കാലത്ത് ഉണ്ടായി വരുന്ന സാധനമല്ല. ഇതൊരു പീരിയഡ് ബൈ പീരിയഡ് എവോൾവ് ചെയ്ത് വന്ന് അവസാനം അതിനൊരു സ്ട്രക്ചറും ഒക്കെ ഉണ്ടായി വരുമ്പോഴാണ് നമ്മൾ അതിന് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു യു ക്യാൻ ട്രേസ് സർട്ടൺ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം ആദ്യം പറഞ്ഞു ഈ ശൈവാസും വൈഷ്ണവാസും ശാക്താസും ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പം ഇൻഫാക്ട് ആസ് ലേറ്റ് ആസ് ദ 16th century, എനിക്കൊന്ന് ചിദംബരത്താണോ തമിഴ്നാട്ടിൽ തന്നെയാണ്, ഏതോ ഒരു അമ്പലത്തിൽ വിഷ്ണുവിനെ, അമ്പലം ആ ടെമ്പിൾ ടൗൺ തന്നെ ശൈവന്മാരുടെയാണ്, അവിടെ വിഷ്ണുവിനെ കൊണ്ടുവന്നപ്പം അവിടുത്തെ ശൈവ പ്രീസ്റ്റ് പോയി സൂയിസൈഡ് ചെയ്തു, ഈ അമ്പലത്തിൽ വിഷ്ണുവെ കയറ്റാൻ പറ്റില്ലെന്ന്. ഇന്നും തെര ഓർത്തഡോക്സ് ശ്രീ വൈഷ്ണവാസ് അവരൊരു ശിവൻ്റെ അമ്പലത്തിൽ കയറത്തില്ല, അവർക്ക് ശിവൻ ദൈവമായിട്ടല്ല അവർ കണക്ക് കൂട്ടുന്നത്. ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം ആ ഇൻറ്റേർണൽ ഒരു ഫ്യൂഡ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ശൈവാസ് ആൻഡ് വൈഷ്ണവാസ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ വെൻ ദേ കം ഫേസ് ടു ഫേസ് വിത്ത് എ ജൈൻ ഓർ എ ബുദ്ധിസ്റ്റ്, ഇവർ രണ്ടുപേരും അങ്ങ് ചേരും. കാരണം ദേ സ്റ്റിൽ ഹാവ് സംതിങ് ഇൻ കോമൺ. അവർ സെയിം ആ ഒരു പുറാണിക് സിസ്റ്റമിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ജൈനെയും ബുദ്ധിസ്റ്റിനെയും ഒരു കോമൺ എനിമി ആയിട്ടാണ് കാണുന്നത്. അതും അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ തന്നെ നോക്കിയാൽ ടെമ്പിൾ പ്രൊസഷൻസിലൊക്കെ അൺടിൽ റീസെൻ്റ്ലി ഒരു ജെയിനെ ഒരു സ്റ്റേക്കയിൽ ഇംപെയിൽ ചെയ്ത് വയലൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചില പ്രൊസഷൻസിലൊക്കെ കാണിക്കുമായിരുന്നു. ബിക്കോസ് ജെയിൻസ് വർ കൺസിഡേർഡ് ദി എനിമി, ദി അതർ എന്നുള്ള രീതിയിൽ. ഈ വീരശൈവ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, ബസവ പുരാണം നോക്കിയാൽ അതൊക്കെ വായിച്ചാൽ വളരെ വളരെ വയലൻ്റ് ആയിട്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതും ഈ ഫോർ എക്സാമ്പിൾ ഒരു വീരശൈവ സെയിൻറ്റ് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, എന്നിട്ട് അയാൾ പറയുന്നു ഇവിടെ എല്ലാം ജൈനന്മാരുടെ അമ്പലങ്ങളാണ്, ഇവരുടെ ഈ ഡോൾസിനെ തല്ലിപ്പൊട്ടിക്കണം. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാരണം ലേറ്റ് മുസ്ലിം ഇൻവേഷൻസ് വരുന്ന സമയത്ത് ടെമ്പിൾസ് അറ്റാക്ക് ചെയ്യും ആൻഡ് പീപ്പിൾ ഓഫൻ സേ ഓ ലുക്ക് ദേ അറ്റാക്ക് ദ ടെമ്പിൾസ്. പക്ഷേ അതുപോലെ തന്നെ ജെയിൻസിൻ്റെ കുറേ ഷ്രൈൻസിനെയും അറ്റാക്ക് ചെയ്തതായ ഈ ഒരു കൾച്ചറൽ മെമ്മറി ഇങ്ങനത്തെ ചില ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇസ്ലാം വരുമ്പോഴേക്കും യു സ്റ്റാർട്ട് സീയിങ് ദ വേർഡ് ഹിന്ദു അപ്പിയർ. അതിന് മുമ്പ് ഹിന്ദു എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. അത് ഒറിജിനലി ഇസ്ലാമിക് വേൾഡിൽ നിന്നാണ് ഈ വരുന്നത്. വന്നതിന് ശേഷം പക്ഷേ ഇറ്റ് അക്വയേഴ്സ് എ ന്യൂ കൈൻഡ് ഓഫ് ടോൺ. ഒരുപാട് ആൾക്കാർ കുറേ കാലം ആർഗ്യൂ ചെയ്തിരുന്നു ദാറ്റ് മോഡേൺ പീരീഡ് വരെ ആ ഹിന്ദു എന്നുള്ള വാക്കിന് അർത്ഥമില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ എവിഡൻസ് വെച്ച് നോക്കിയാൽ യു സീ ദറ്റ് ഒരു മിഡീവൽ പീരീഡ് ആകുമ്പോഴേക്കും ഉണ്ട്, സ്ലോലി ഒരു അർത്ഥം ഉണ്ടായി വരുന്നുണ്ട്. പേർഷ്യൻ വാക്കിൽ നിന്നല്ലേ അത് വരുന്നത്? പേർഷ്യൻ അറബിക് ആണോ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ വേ ടു ഡിമാർക്കേറ്റ്. അതെ, ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ദ ഹിന്ദുസ് co-opt that and they embrace that title for themselves. അപ്പം 1347 വിജയനഗരയിലെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ വിജയനഗര രാജാക്കന്മാർ സ്വയം പറയുന്നതാണ് ഞങ്ങൾ ഹിന്ദുരായ സുരത്രണാസ് ആണ്. എന്ന് വെച്ചാൽ സുൽത്താൻസ് അമംഗ് ഹിന്ദു കിങ്സ്. അവർ സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ എടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഹിന്ദുസ് ആണെന്നും അസേർട്ട് ചെയ്യുന്നുണ്ട് ഒരേ ഇൻസ്ക്രിപ്ഷനകത്ത്. പിന്നെ ഏക്നാഥിൻ്റെ എഴുത്തുകളിൽ, കബീറിൻ്റെ കവിതകളിൽ, വിദ്യാപതിയുടെ കവിതകളിൽ നമുക്ക് ഹിന്ദു ആൻഡ് മുസ്ലിം എന്നുള്ള ടു ബ്രോഡ് അല്ലേ, തുർക്ക് എന്ന മുസ്ലിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ രണ്ട് ബ്രോഡ് കാറ്റഗറൈസേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് പൂർണ്ണമായിട്ടൊരു മോഡേൺ ക്രിയേഷൻ അല്ല, ഇതിനൊരു ജീനിയോളജി ഉണ്ട് ഗോയിങ് ബാക്ക് ഇൻ ടു ദ മിഡീവൽ പീരീഡ്, അത്രയും ക്ലിയർ ആണ്. അത് പക്ഷേ ക്രിസ്റ്റലൈസ് ആയിട്ട് സോളിഡിഫൈ ആയി വരുന്നത് കൂടുതലും മോഡേൺ പീരീഡിലാണ്. അപ്പം വാട്ട് ഐ എം സെയിങ് ഇസ് ഇത് മോഡേൺ പീരീഡിൽ ഉണ്ടാക്കിയല്ലേലും അതിൻ്റെ ഒരു ഒറിജിനൽ പ്രോട്ടോടൈപ്പ് ഓൾറെഡി ഉണ്ട്. ദാറ്റ് ബിക്കംസ് സ്ട്രോങ്കർ ഇൻ ദ മോഡേൺ പീരീഡ് ഫേസ് ടു ഫേസ് വിത്ത് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് പീരിയഡ്സിൽ ഒരു ഡിഫറെൻറ്റ് റിലിജനെ കൗണ്ടർ വെച്ചുകൊണ്ടാണ് ഈ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ചെയ്യുന്നത്. അത് ഇന്ത്യയെ മാത്രമല്ല, ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ എവല്യൂഷൻ നോക്കിയാൽ ഇഫ് യു ലുക്ക് അറ്റ് ദ വേ ക്രിസ്ത്യാനിറ്റി ഇവോൾവ് ഇൻ ദി ഏർലി ഫേസസ്, ഇറ്റ് വാസ് ഓൾസോ അഗേൻസ്റ്റ് ദി ഐഡിയ ഓഫ് ജുഡയിസം. അപ്പോഴാണ് ഇത് രണ്ടും ടു സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറുന്നത് തന്നെ.
അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വരുമ്പം. സോ ഇറ്റ്സ് ഓൾവേസ് റിലീജിയസ് കോമ്പറ്റീഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ബർത്ത് ഓഫ് ദീസ് റിലീജിയസ് ഐഡൻറ്റിറ്റീസ്. നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദു മതം അത് പ്രധാനമായും ഈ രണ്ട് ധാരകളിലാണല്ലോ. ഒന്ന് നമ്മുടെ ഒരു അബ്സ്ട്രാക്റ്റ് മെറ്റഫിസിക്കൽ എന്ന് പറയാവുന്ന, വേദിക്കെന്നോ വേദാന്തിക്കെന്നോ പറയാവുന്ന ആ ഒരു സംഗതി. പിന്നെ ഇപ്പുറത്ത് ഈ ബഹുസ്വരതയുടെ പുരാണിക് എന്ന് നമുക്ക് വിളിക്കാവുന്ന പുരാണങ്ങളുടെയും കഥകളുടെയും ആഖ്യാനങ്ങളുടെയും മിത്തുകളുടെയും സൂപ്പർസ്റ്റിഷൻസിൻ്റെയും ആചാരങ്ങളുടെയും വളരെ വിചിത്രമായ അതിൻ്റെ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് അത് ചരിത്രത്തിലൂടെ ഒന്ന് ബാലൻസ് ചെയ്തു പോയത്, നമ്മുടെ ഈ ഹിന്ദു ഐഡൻറ്റിറ്റി ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനു നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഈ പുരാണാസ് ആർ വെരി ഫാസിനേറ്റിംഗ് സെറ്റ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റോറീസ്. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ ടെക്സ്റ്റ് ബുക്ക് നോക്കി അവർ പറയും, ആദ്യം ദർ വാസ് വേദിക് ഹിന്ദുവിസം, പിന്നെ പുരാണിക് ഹിന്ദുവിസം, പിന്നെ മോഡേൺ ഹിന്ദുവിസം. ഇങ്ങനെയാണ് ഒരു ബ്രോഡ് കാറ്റഗറൈസേഷൻ കിട്ടുന്നത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ വേദിക് പീരീഡിലുള്ളതിന് ഹിന്ദുവിസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് വാസ് ദ റിലിജൻ ഓഫ് ഓർത്തഡോക്സ് ബ്രാഹ്മിൻസ് ഓഫ് ദാറ്റ് ടൈം. ആ ഓർത്തഡോക്സ് ബ്രാഹ്മിൻസ് ആസ് ദേ സ്പ്രെഡ് ത്രൂ ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആൻഡ് ഒരുപാട് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസിൻ്റെ മൈഗ്രേഷൻ സ്റ്റോറീസാണ്. ഇപ്പം കേരളത്തെ നമ്പൂരിമാരും പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാണ് അവരുടെ തന്നെ ലെജൻസ് ഉള്ളത്. കോങ്കണി പോയാലും പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ബ്രാഹ്മൺ ഐഡിയോളജിയിൽ ആ ആര്യദേശം എന്ന് പറയുന്നത് ഒറിജിനലി സിന്ധു നദിയുടെ അവിടെയായിരുന്നു. പിന്നെ അത് മാറുന്നത് ഗംഗയുടെ അവിടെയാണ്. ബാക്കിയെല്ലാം മ്ലേച്ഛദേശങ്ങളാണ്, മോശപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പം അതിനകത്ത് ബംഗാളുണ്ട്, സിന്ധുണ്ട്, സൗത്ത് ഇന്ത്യ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇതെല്ലാം മോശപ്പെട്ട നോൺ ബ്രാഹ്മണിക്കലായിട്ടുള്ള റീജിയൻസ് ആണ്. പക്ഷേ നാച്ചുറലി ഓവർ എ പീരീഡ് ഓഫ് ടൈം ബ്രാഹ്മിൻസും ട്രാവൽ ചെയ്യുന്നുണ്ട്, അവരും ഈ ഏരിയാസിലേക്കൊക്കെ മാറി വരുന്നുണ്ട്. ഇങ്ങനെ മാറി വരുമ്പം ദേ സീ ന്യൂ ട്രഡീഷൻസ് ആൻഡ് ന്യൂ കൾച്ചേഴ്സ്. അപ്പോൾ ട്രൈബൽ കൾച്ചർ കാണും, ലോക്കൽ റിലിജൻസ് കാണും. ഈ ഒരു എൻകൗണ്ടറിലാണ് പുരാണിക് കൾച്ചർ ഉണ്ടായി വരുന്നത്. അതിൻ്റെ പുരാണിക് കൾച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് വെച്ചാൽ കഥകളിൽ കൂടെ കാര്യങ്ങൾ ചേർത്ത് പിടിപ്പിച്ച് അതിനൊരു ലോജിക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ദൈവത്തിനെ കണ്ടു, ഒരു ദേവിയായിരിക്കും, ഒരു ലോക്കൽ ദേവിയായിരിക്കും. അപ്പോൾ അവർ പറയും, ഇത് പാർവതിയുടെ അവതാരമാണെന്ന് പറഞ്ഞ് പാർവതി അവതാരമായിട്ട് അതിനെ മെയിൻ സ്ട്രീമും ആക്കും. അറ്റ് ദ സെയിം ടൈം ആ ലോക്കൽ ദേവിക്ക് ആ ലോക്കൽ റെസൊണൻസും കിട്ടും. രണ്ടും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, രണ്ട് ദൈവങ്ങൾ തമ്മിൽ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ കല്യാണം കഴിച്ചത് വിഷ്ണുവിൻ്റെ കോൺസോർട്ട് എന്നുള്ള രീതിയിൽ അതിനൊരു ചേർത്ത് വെക്കാനുള്ള ഇത് വരും. പിന്നെ കഥകൾ, ഇപ്പം ചെഞ്ചു ട്രൈബ് കണ്ടപ്പം ചെഞ്ചു ലക്ഷ്മി എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ അവതാരം വന്ന് വിവാഹം കഴിച്ച ഒരു ലോക്കൽ ട്രൈബൽ ലേഡി എന്നുള്ള രീതിയിൽ ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയും ഇതിൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കഥകളിൽ കൂടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് വിശ്വാസങ്ങൾ. ഇപ്പം സ്കോളേഴ്സ് ചെയ്തിട്ട് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുണ്ടല്ലോ, അതിനകത്തെ കുറേയൊക്കെ ആദ്യം ഇൻഡിപെൻഡൻറ്റ് ലോക്കൽ ഡെയിറ്റീസ് ആയിരുന്നു. അതിനെ പക്ഷേ അവതാരങ്ങൾ എന്നുള്ള രീതിയിലാക്കി ഇതിൻ്റെ ഭാഗമാക്കി എടുക്കുന്നതാണ്. ശിവൻ്റെ ഓപ്പോസിറ്റാണ്, ശിവൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഗണപതിയും മകൻ കാർത്തികേയനും ഒക്കെ ആയിട്ട് അവരെ മക്കളും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ശിവൻ്റെ ട്രഡീഷനിലേക്ക് ചേർത്തു. അപ്പം പുരാണാസിൽ നമ്മൾ കാണുന്നത് ഒരു ചേർത്ത് വെക്കലാണ്. ദർ ഈസ് എ വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് അതർ ഐഡിയാസ്, പക്ഷേ ബ്രിങ്ങിങ് ഇറ്റ് ഓൾ ഇൻ ടു എ കോമൺ ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്കിലാണ് ആ ഹിന്ദുയിസത്തിൻ്റെ ഒരു ഒറിജിനൽ ബ്രോഡ്നെസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്രാഹ്മണിക്കൽ അപ്രോപ്രിയേഷന്റെ ഭാഗമായി നടന്ന സംഗതികളല്ലേ ഇതിനകത്തൊരു ഗോസാംബിയൊക്കെ വിശദമായി എഴുതിയിട്ടുള്ള ആ സംഗതി തന്നെയാണ്. സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണ്. അത് എന്ത് വന്നാലും അത് നമ്മുടേതാണ്. കാരണം ഇത് നമ്മുടെ പുറത്ത് പോരുത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അധീനതയ്ക്ക് അപ്പുറത്ത് പോരുത് എന്നുള്ള ഒരു കൗശലം അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോഴും നമുക്ക് കാണാറുണ്ട്. ചില ദൈവങ്ങൾക്ക് ഈ മൃഗബലി ചെയ്യുമല്ലോ. അപ്പം ഓർത്തഡോക്സ് ബ്രാഹ്മണിക്കൽ ട്രഡീഷനിൽ മൃഗബലി പാടില്ല. അപ്പോൾ ഒരുപാട് അമ്പലങ്ങളുണ്ട്, അത് മാറ്റി കുമ്പളങ്ങയാക്കും. അപ്പം മൃഗബലി നിർത്തി കുമ്പളങ്ങ. അപ്പോൾ റിച്വലി ബലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ജീവനുള്ള സാധനത്തിനെ മാറ്റി ഒരു കുമ്പളങ്ങയെ അതിനെ ഒരു സങ്കല്പിച്ച് ആ ജീവനുള്ള സാധനത്തിനെ മാറ്റിയിട്ട് കുമ്പളങ്ങയാക്കി അവർ മുമ്പിലോട്ട് നീങ്ങും. സോ യു ഫൈൻഡ് എ വേ വെയർ ഈ ട്രഡീഷൻസ് ആർ സ്റ്റിൽ ചേഞ്ചിങ്. ഇപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, പക്ഷേ വിട്ടുപോരുന്ന എനിക്ക് നിർബന്ധമുള്ള ഒരാളാണ് നമ്മുടെ തഞ്ചാവൂർ രാജാവ് സർഫോജി. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ, എന്നെ ആകർഷിച്ച ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. തഞ്ചാവൂർ റിനേസൻസ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അധ്യായമുണ്ട്, ഒരു പാസേജ് ഉണ്ട് മനു തന്നെ പറയൂ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല അല്ലേ? അത് ആ കഥ പറയാൻ കാരണം വന്നത്, നമ്മൾ ഒരുപാട് വായിച്ചാൽ യൂസ് സീ ദാറ്റ് എ ലോട്ട് ഓഫ് മോഡേൺ ഹിന്ദു ആങ്സൈറ്റി, അതിനകത്തൊരു റിയാക്ഷണറി എലിമെൻ്റ് ഉണ്ട്. എന്തോ ഒരു ഡിഫെൻസീവ് പൊസിഷനിൽ നിന്ന് അതൊരു കൺസ്ട്രക്റ്റീവ് അല്ലാത്ത രീതിയിൽ
ഒരു നെഗറ്റീവ് ഇമ്പൾസോടെയാണ് കുറേയൊക്കെ നമ്മൾ കാണുന്നത് ഹിന്ദുത്വ പ്രാക്ടീസസിലും അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡിൽ. സോ ഐ കെപ് തിങ്കിങ് ഒരു കൺസ്ട്രക്റ്റീവ് ഹിന്ദു മോഡേണിറ്റി ഉണ്ടോ, ഇൻ ദ സെൻസ് ദാറ്റ് ഇങ്ങനെ റിയാക്ഷണറി ഡിഫെൻസീവ് അല്ലാതെ പ്രൊആക്റ്റീവ്ലി മോഡേണിറ്റിയെ എൻഗേജ് ചെയ്തുകൊണ്ട് പ്രൊആക്റ്റീവ്ലി മോഡേൺ വേൾഡുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ? അങ്ങനെ തപ്പിയാണ് ഈ സർഫോജി ഓഫ് തഞ്ചാവൂരിനെ കിട്ടിയത്. സർഫോജി ഓഫ് തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ ശിവാജിയുടെ മറാഠ ഫാമിലിയുടെ ഡിസെൻഡൻ്റ് ആണ്. അവസാനത്തെ പെനൾട്ടിമേറ്റ് രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അവസാനത്തെ തഞ്ചാവൂർ രാജ. അപ്പം സർഫോജിയുടെ കാലമായപ്പോഴേക്കും രാജ്യം പോയി. പക്ഷേ ആ പോയ ടെറിട്ടറീസിൻ്റെ ഒക്കെ ഒരു റവന്യൂ ഷെയർ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ പൈസയുണ്ട്, രാജ്യമില്ല, ഒരുപാട് പൈസയുണ്ട്. അപ്പം തഞ്ചാവൂർ ആ ഫോർട്ടും അത്രയും അമ്പലവും ഒക്കെ കൺട്രോൾ ചെയ്യാം, പിന്നെ ഇത്രയും പൈസയും കിട്ടും. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് റിമാർക്കബിൾ വാട്ട് ഹി ഡിഡ് വിത്ത് ഇറ്റ്. ഒരു സൈഡിൽ നിന്ന് ഒരു ട്രഡീഷണൽ ഹിന്ദു രാജാവ് ചെയ്യുന്ന പോലെ വേദപാഠശാല സപ്പോർട്ട് ചെയ്തു, ബനാറസിലെ ചില എസ്റ്റാബ്ലിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തു, അമ്പലങ്ങളെ റെനോവേറ്റ് ചെയ്തെടുത്തു, തഞ്ചാവൂരിലെ വലിയ അമ്പലത്തിനെ തന്നെ റെനോവേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചൊക്കെ ചെയ്തു. ആൾക്കാർക്കൊക്കെ പശുക്കളെ ഡൊണേറ്റ് ചെയ്യുക, ചിലപ്പോൾ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന വെള്ളക്കാർക്കും പശുക്കളെ കൊടുക്കും. വെള്ളക്കാർക്കപ്പോൾ അത്ഭുതമോ ഇയാളും തന്നെ ഞങ്ങൾക്ക് പശുക്കൾ തരുന്നതെന്നൊക്കെ ആവും. പക്ഷേ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ മോൾഡും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹി ലേൺ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഇംഗ്ലീഷ് ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഈ ഭാഷകളൊക്കെ പഠിച്ചു. ഈ ഭാഷയിലുള്ള ലിറ്ററേച്ചർ വായിച്ചു തുടങ്ങി. അത് പൊളിറ്റിക്കൽ ഫിലോസഫി ആവാം, സയൻറ്റിഫിക് ലേണിംഗ് ആവാം. ഈ സയൻറ്റിഫിക് ലേണിങ്ങിനെ പിന്നെ ഇന്ത്യൻ രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ചുമ്മാ ഒരു പുസ്തകം എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുവല്ല, അതിനെ ഒരു ഇന്ത്യൻ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ തമിഴ്നാട്ടിലൊക്കെ കുറവഞ്ചി എന്ന് പറഞ്ഞ ഒരു പ്ലേ ട്രഡീഷനുണ്ട്. അതിനകത്തൊരു ഫോർച്യൂൺ ടെല്ലർ വന്ന് ഒരു ക്യാരക്ടറുമായിട്ട് എൻഗേജ് ചെയ്ത് അവർ തമ്മിലൊരു ഡയലോഗാണ് ഈ കുറവഞ്ചി. അപ്പോൾ ഒരു സാധാരണ കുറുവഞ്ചിക്കകത്ത് നമ്മൾ കാണുന്ന കുറേ പുരാണ കഥകളാണ്. ഇന്ദ്രൻ ഇത് ചെയ്തു, ലക്ഷ്മി, പാർവതി, അവരുടെ കഥകളായിരിക്കും. പിന്നെ കുറേ സീക്രട്ട് സൈറ്റ്സ് കാണും. ശ്രീരംഗം, രാമേശ്വരം, അമ്പലങ്ങളെ പറ്റിയും വലിയ ഹോളി സൈറ്റ്സിനെ പറ്റിയായിരിക്കും. സർഫോജി എഴുതുന്ന ദേവേന്ദ്ര കുറുവഞ്ചിയിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. പുരാണ കഥ പോലെ തുടങ്ങിയിട്ട് അവസാനം ഫോർച്യൂൺ ടെല്ലർ ഇന്ദ്രാണിയോട് പറയുന്നത് എന്താണ്, ഈ പുരാണത്തിലെ ജോഗ്രഫി അവിടെ നിൽക്കട്ടെ, ലെറ്റ് മീ ടീച്ച് യു മോഡേൺ ജോഗ്രഫി. എന്നിട്ട് അതിനകത്ത് മോസ്കോ, ആഫ്രിക്ക, ഓസ്ട്രേലിയ വിട്ട് ലോകമുള്ള എല്ലാ സ്ഥലങ്ങളും അതിനകത്തുണ്ട്, ഇൻക്ലൂഡിങ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, കാനഡ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോഗ്രാഫിക്കൽ സിസ്റ്റമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, വേദനാഗം ശാസ്ത്രി. അദ്ദേഹം ഒരു പോയം എഴുതുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ ടെക്സ്റ്റ് നോവാസ് ആക്കുണ്ടല്ലോ, വെള്ളം പൊങ്ങിയപ്പോൾ നോവയുടെ ആക്കിലിരുന്നാണ് പോയത്. അപ്പോൾ ഈ നോവയുടെ ആക്കിൻ്റെ കഥ പറയുമ്പം ആ ആക്കുണ്ടാക്കിയ തടി, എന്നിട്ട് തമിഴ്നാട്ടിൽ എത്ര ടൈപ്പ് ട്രീസ് ഉണ്ട്, ആ തടികളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഇതാണ്. പിന്നെ കുറേ ബൊട്ടാനിക്കൽ ഡ്രോയിങ്സ് എടുത്തു. നോവയുടെ ആക്കിലേക്ക് പോകുന്ന ജീവികളുണ്ടല്ലോ, ഓരോ ലിവിങ് ക്രീച്ചേഴ്സ്, അതെല്ലാം തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ജീവികളെ എടുത്തുകൊണ്ടാണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം കുട്ടികൾക്ക് അവരുടെ ഒരു കൾച്ചറൽ ഫ്രെയിം വർക്കിൽ മനസ്സിലാക്കാവുന്ന കഥകളിൽ മോഡേൺ സയൻസും മോഡേൺ ഐഡിയാസും ഇൻജെക്റ്റ് ചെയ്ത് നല്ലോണം ഒരു സട്ടിൽ രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബനാറസിലൊക്കെ പോകുമ്പം ഒരുപാട് സംസ്കൃത് മാന്യൂസ്ക്രിപ്റ്റ്സ് കളക്ട് ചെയ്തു. സരസ്വതി മഹൽ ലൈബ്രറി ഇപ്പോഴും ഇരിപ്പുണ്ട്, വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ലൈബ്രറീസ് ഇൻ ദ കൺട്രി മാന്യൂസ്ക്രിപ്റ്റ്സിന് വേണ്ടി. പക്ഷെ അതുപോലെ തന്നെ ഹീസ് കളക്ടിങ് സീഡ്സ്, ഹീസ് കളക്ടിങ് ബൊട്ടാനിക്കൽ സ്പെസിമെൻസ്, ഇതിനെയൊക്കെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം കാൽക്കട്ടയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടിട്ട് മകനൊരു കത്ത് എഴുതുന്നുണ്ട്, യു വോണ്ട് ബിലീവ് ഹൗ വണ്ടർഫുൾ ദിസ് പ്ലേസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ യു സീ ദാറ്റ് വിത്ത് ഹിം ഇറ്റ്സ് എ വെരി പ്രൊആക്റ്റീവ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻറ്റ് വിത്ത് മോഡേണിറ്റി. അല്ലാതെ ഐ എം അണ്ടർ കൊളോണിയൽ റൂൾ, ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, ഇൻസെക്യൂർ അല്ല, ഒരു സെക്യൂർ ആയിട്ടുള്ള ആൻഡ് പ്രൗഡ് ഓഫ് ഹിസ് ഹെറിറ്റേജിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഹി ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് ചേഞ്ചിങ് ഫോർ മോഡേണിറ്റി ഈദർ. ആ ഒരു തുറവിയാണ് സത്യത്തിൽ നമ്മുടെ ഒരു ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരെക്കുറിച്ച്, ഹിന്ദു രാജാക്കന്മാരെക്കുറിച്ചും പറയുമല്ലോ. ഇപ്പം ക്രിസ്തുമതം ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ സമൂഹം, ഇസ്ലാമും അതെ, ഏറ്റവും പഴക്കമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റീസിലൊന്ന് കേരളത്തിലാണ്, ക്രിസ്ത്യനും. പക്ഷേ ഇതങ്ങനെയല്ല മറ്റ് പലയിടത്തും വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കേരളത്തിലെ കാര്യം നോക്കിയാൽ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഈ മതങ്ങളുടെ ഒരു ബാലൻസിനെ മനു എങ്ങനെയാണ് ചരിത്രപരമായി നോക്കിക്കാണുന്നത്? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരിക്കലും വയലൻസ് ഉണ്ടായിട്ടില്ല. വളരെ സ്വാഭാവികമായിട്ടാണ് ക്രിസ്തുമതം സമാധാനപൂർവ്വമാണ്, പീസ്ഫുള്ളായിട്ടാണ് പ്രചരിച്ചത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. മുസ്ലിങ്ങളാണെങ്കിലും ഇവിടെ ഒരു സൈസബിൾ പോപ്പുലേഷൻ ഉണ്ട്. ആദ്യകാലം മുതലേ പ്രവാചകൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇവിടെ മുസ്ലിങ്ങളുണ്ട്. ഏറ്റവും പഴയ പള്ളിയൊന്ന് ഇവിടെയുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്. എന്നാൽ ഇത് ഹിന്ദുക്കളാണ് ഇവിടെ കേരളത്തിൽ ഭൂരിപക്ഷം. ഞാൻ പറയുന്നത് മറ്റു പലയിടത്തും ഇല്ലാത്ത അതിനും ഒരു ഹിസ്റ്റോറിക്കൽ ലോജിക് നമുക്ക് കാണാൻ പറ്റും. കാരണം
ഈ ഓരോ റിലിജൻസും ഓരോ സ്ഥലത്തേക്ക് വരുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ പൊതുവെ നോക്കിയാൽ കോസ്റ്റൽ റീജിയൻസ് ആണ്, കോസ്റ്റിനോട് ചേർന്നുള്ള റീജിയൻസ് ആണ് തമിഴ്നാടും കർണാടകവും കേരളവും ഒക്കെ. ട്രേഡ് അപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ട്രേഡ് വഴി വന്ന റിലിജൻസ് ആണിത്. ആൻഡ് ദേ കെയിം ആൻഡ് ദേ ഓൾസോ ബിക്കോസ് ദർ വാസ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ്, അവരും സ്ലോലി കോഓപ്റ്റ് ചെയ്ത് ഈ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. നോർത്ത് ഇന്ത്യയിലെ ട്രജക്ടറി കുറച്ച് വ്യത്യാസമാണ്. അവിടെ മുസ്ലിംസ് ആദ്യം വന്നെങ്കിലും ഐസൊലേറ്റഡ് കേസസിൽ പൂർണ്ണമായിട്ട്, പക്ഷേ അവർ ഒരു കൾച്ചറൽ ഫിനോമിനായിട്ട് കാണുന്നത് ഇസ്ലാമിക് പവർ വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ ടർക്കിഷ് ഇൻവേഷൻസ് ഡൽഹി സൗത്തിന് ആ സമയത്ത് വരുമ്പോഴാണ് നോർത്ത് ഇന്ത്യയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ യു കൻ സീ ദറ്റ് നോർത്ത് ഇന്ത്യയിൽ ആ ഇസ്ലാമും ഹിന്ദുയിസമും തമ്മിലുള്ള ആ എൻഗേജ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വയലൻസ് സ്ട്രീക്ക് നമുക്ക് കാണാനുണ്ട്, ഒരു മ്യൂച്വൽ സസ്പിഷൻ കാണാനുണ്ട്. അപ്പം ഈ ഏകനാഥിൻ്റെ തന്നെ ഒരു ഹിന്ദു തുർക്ക് സംവാദം എന്ന് പറഞ്ഞ ഒരു എഴുത്ത് അയാൾ എഴുതിയിട്ടുണ്ട്. അതൊരു ഡയലോഗാണ് ഒരു ഹിന്ദു മുസ്ലിമും തമ്മിൽ. എൻ്റെ രണ്ടുപേരും അപ്പുറത്തിരിക്കുന്ന ആളെ കളിയാക്കുവാണ് അവരുടെ റിലിജൻ്റെ പേരിൽ. അപ്പം മുസ്ലിം പറഞ്ഞ് നിങ്ങളുടെ ഈ വേദത്തിലും പുരാണത്തിലും ഒക്കെ എഴുതി കഥകളെല്ലാം പൊട്ടത്തരമാണ്, ഇതൊന്നും ശരിയല്ല എന്ന് മുസ്ലിം അങ്ങോട്ട് പറയും. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പറയും, ഓ നിങ്ങളുടെ ഖുറാനിൽ എഴുതിയ കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്യുന്നത്, ഇയാളുടെ ജീവിത രീതി മൊത്തമായിട്ട് മോശമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് ഒന്ന് വെച്ച് കൊടുക്കും. പക്ഷേ അവസാനം അവർ ഫ്രണ്ട്സായിട്ടാണ് പാർട്ട് ചെയ്യുന്നത്. പക്ഷേ യു കൻ സ്റ്റിൽ സീ ടെൻഷൻ. ഈ രണ്ട് ഗ്രൂപ്പ്സും തമ്മിൽ എന്തോ ഒരു ടെൻഷൻ നമുക്ക് അവിടെ കാണാനുണ്ട്. തെക്കോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ കുറവാണ് നമ്മൾ കാണുന്നത്. ദർ ആർ എ ഫ്യൂ ഇൻസിഡൻസ് ഓഫ് വയലൻസ് ഹിയർ ആൻഡ് ദെയർ. ഫോർ എക്സാമ്പിൾ മലബാറിൽ തന്നെ ഏതോ സ്ഥലം ഞാൻ മറന്നു പോകുന്നു, ഏതോ ഒരു തെലിശ്ശേരിയിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു സ്ഥലത്ത് ഒരു പള്ളി അവർ ഓടിട്ട് കവർ ചെയ്തു. അപ്പം അവിടുത്തെ ബ്രാഹ്മിൺസും ഹിന്ദുസും പോയി അതിനെ കത്തിച്ച് കളഞ്ഞു. ബിക്കോസ് ദേ സെഡ് ഓല മേഞ്ഞാന്നേ കുഴപ്പമില്ല, ഓട് അമ്പലത്തിനെ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായി. അങ്ങനത്തെ ഫ്യൂ കേസസ് ആർ ദെയർ ഇൻ കേരള ആസ് വെൽ. പക്ഷെ കൂടുതലും ഇറ്റ് വാസ് എ വേ ഓഫ് ഗെറ്റിംഗ് അലോങ് ആൻഡ് സോർട്ട് ഓഫ് ഇൻകോപ്പറേറ്റിംഗ് ഈച്ച് അതർ ഇൻ ടു യുവർ വേൾഡ് വ്യൂ. അതായിരുന്നു ഇവിടുത്തെ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു ജനറൽ ടെൻഡൻസി. അതൊരു പവർ പോളിറ്റിക്സിൻ്റെ വ്യത്യാസമാണ്. ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പവർ. നോർത്ത് ഇന്ത്യയിൽ അതൊരു പവറിൻ്റെ രീതിയിൽ വന്നപ്പം ഇറ്റ് ലെഡ് ടു എ സർട്ടൺ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. സൗത്ത് ഇന്ത്യയിൽ ട്രേഡ് വഴി വന്നപ്പം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡൈനാമിക്സ് ആണ് ഇവിടെ ഉണ്ടായി വന്നത്. നമുക്ക് 20th സെഞ്ച്വറിയിലോട്ട് വരേണ്ടതുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ വെസ്റ്റേൺ കൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദുയിസം അല്ലെങ്കിൽ ഇന്ത്യ, ഓറിയൻ്റലിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സാധനം, അതിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. മനു കുറേ കാര്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ചാൾസ് ഗ്രാൻഡ് ആണ് ഹിന്ദുയിസം എന്നുള്ള പേര് തന്നെ കൊണ്ടുവന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ഇൻഡോളജിസ്റ്റുകളുടെ ഒരു വലിയ പറയുന്നുണ്ട്. ചാൾസ് വിൽക്കിൻസിൻ്റെ ഗീത പരിഭാഷ പറയുന്നുണ്ട്. ഗാന്ധിജി പോലും ആദ്യം ഗീത വായിക്കുന്നത് ഇംഗ്ലീഷിലാണ്, സംസ്കൃതത്തിലോ ഗുജറാത്തിയിലോ അല്ല. അപ്പോൾ ആ ഒരു കാലത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ഓറിയൻ്റലിസം അല്ലെങ്കിൽ ആ ഒരു വെസ്റ്റേൺ കോൺട്രിബ്യൂഷൻ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം പല പല സാഹചര്യങ്ങൾ ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴും ഒരു രീതിയിലല്ല അവരും ബിഹേവ് ചെയ്തത്. ആദ്യം വന്ന ഒരു ജനറേഷൻ ഓഫ് ബ്രിട്ടീഷുകാർ വർ ഹാപ്പി ടു ലീവ് ലോക്കൽ റിലിജൻസ് ഓൺ ദ അലോൺ. അവർക്ക് അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യണമെന്നില്ലായിരുന്നു. ഓൺ ദ കോൺട്രറി ലോക്കൽ റിലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ആദ്യത്തെ കുറേ വെള്ളക്കാർക്ക് ഇന്ത്യയിൽ, ബ്രിട്ടീഷുകാർക്ക്. അപ്പം പല പല സ്ഥലങ്ങളിൽ യു വിൽ സീ ദറ്റ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഹവ് മെയ്ഡ് ഡൊണേഷൻസ് ടു അമ്പലംസ്. തിരുപ്പതിയിലുണ്ട്, മധുരയിലുണ്ട്, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്, കൊച്ചമ്പലങ്ങളുണ്ട്. എന്തായാലും എന്നോട് ഒരാൾ ഭവാനി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു, ഭവാനി എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ഇതുപോലെ ഒരു വെള്ളക്കാരൻ ഡൊണേഷൻ അമ്പലത്തിലേക്ക് ഡൊണേഷൻ കൊടുത്ത ഭവാനി എന്ന് പറഞ്ഞ വേറൊരു സ്ഥലം. അവിടെ ഈ വലിയ അമ്പലങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ ഡൊണേഷൻസ് കൊടുക്കുവാണ്. അവരും പോയി തേങ്ങ പൊട്ടിച്ച് ഓരോ ചടങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളിലെ ആറാട്ടും ഓരോ പ്രൊസഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോൾജേഴ്സാണ് ഈ ഇന്ത്യൻ ഭഗവാന്മാരെയൊക്കെ എക്സ്കോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ആദ്യം ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യൻ റിലിജൻസുമായിട്ട് ഒരു എൻകൗണ്ടറിൽ വന്നത്. പക്ഷേ ഒരു വ്യത്യാസം വരുന്നത് ഇംഗ്ലണ്ടിൽ അതേ സമയത്ത് ചില ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലോകം കുറച്ച് സൈക്ലിക്കലാണ്. ഒരു സാധനം നടന്നാൽ അതിനൊരു റെസ്പോൺസ് വരും, പിന്നെ അതിനൊരു റെസ്പോൺസ് വരും, അങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം യൂറോപ്പിൽ വി നോ വാട്ട് ഹാപ്പൻ. റെനസോൺസ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റ് റെഫർമേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടായിരുന്നു, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ റീസൺ, റാഷണാലിറ്റി, ഒരു ആൻറ്റി റിലീജിയസ് മൂവ്മെൻറ്റ് 18th സെഞ്ച്വറിയിൽ ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഉണ്ടായി വന്നിരുന്നു. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ബാക്ക്ലാഷ് എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പർ റിലിജിയോസിറ്റി ഉണ്ടായി വന്നു, ഒരു പുതിയ കൈൻഡ് ഓഫ് റിലിജിയസ് സെൻസിബിലിറ്റി ഉണ്ടായി വന്നു. ഇൻ മെനി വേസ് ഇന്ത്യയിലും നമ്മൾ അതാണ് കാണുന്നത്. ഒരു നെഹ്റൂവിയൻ സെക്യുലറിസത്തിനെ റെസിസ്റ്റ് ചെയ്യാനുണ്ടായി വന്ന പോസ്റ്റ് ലിബറലൈസേഷൻ, ഒരു ഹിന്ദു റിലിജിയോസിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു സൈക്കിൾ പോലെയാണ് നമ്മൾ കാണുന്നത്. റിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ ആണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ സൈക്കിൾസ് ഓൾവേസ് ടേൺ, പുതിയ കാര്യങ്ങളും ഉണ്ടായി വരും. അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു ന്യൂ ഫോം വിൽ കം അറ്റ് സം പോയിന്റ്.
അപ്പം ഇംഗ്ലണ്ടിൽ ഇതേ സമയത്ത്, അപ്പോൾ ഇവിടെ ഇവർ വെള്ളക്കാരൻ അമ്പലങ്ങളിൽ തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ അവർ പറയുന്നത് എന്തുവാ, യു ഷുഡ് ബി സപ്പോർട്ടിങ് മിഷണറീസ്, യു ഷുഡ് നോട്ട് ബി തേങ്ങ ഉടക്കിങ് ഇൻ ഹിന്ദു ടെമ്പിൾസ്, യു ഷുഡ് നോട്ട് ബി എസ്കോട്ടിങ് ഹിന്ദു ഡേറ്റീസ്, യു ഹാവ് ടു ബി ക്രിസ്ത്യൻസ്. അപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് പ്രഷർ കൂടുന്നുണ്ട്, പാർലമെൻറ്റിൽ പ്രഷർ വരുന്നുണ്ട്, മിഷണറീസിനെ ഈ ലാൻഡിലേക്ക് വിടണം. അപ്പം ഈ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞ കൂട്ടവും ആദ്യത്തെ കുറേ ഇംഗ്ലീഷ് ഒഫീഷ്യൽസ് ദേ വർ റിയലി ഫാസിനേറ്റഡ് ബൈ ഇന്ത്യൻ കൾച്ചർ. അവർക്ക് വേദത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഉപനിഷത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഫിലോസോഫിക്കൽ മെറ്റീരിയലിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ ആർഗ്യുമെൻറ്റ് വാസ് ദറ്റ് വി ആർ റൂളിങ് ഓവർ ദീസ് ബ്രൗൺ പീപ്പിൾ, അവരെ ഭരിക്കാം, പക്ഷേ അവരുടെ കൾച്ചറിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ ഓൾറെഡി ഹാവ് ഇവോൾവ്ഡ് റിഫൈൻഡ് ഐഡിയാസ് അബൌട്ട് ഗോഡ് ആൻഡ് ഫിലോസഫി ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. അപ്പം 18th സെഞ്ച്വറിയിൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ് സ്പോൺസർ ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ലണ്ടനിലിരിക്കുന്നവരോട് അവരെ കാണിക്കാൻ, നിങ്ങളിപ്പം മിഷണറീസ് ഒന്നും ഇങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ല, ഇവർക്കുണ്ട്, നമുക്ക് ബൈബിൾ ഉള്ള പോലെ ഇവർക്കും ഒരു പുസ്തകമുണ്ട്, ഈ പുസ്തകത്തിൽ യു വിൽ ഫൈൻഡ് ലോട്ട്സ് ഓഫ് ഇൻട്രസ്റ്റിംഗ് സ്പിരിച്വൽ ഐഡിയാസ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഒരു കുഴപ്പം പറ്റുന്നത് ബ്രിട്ടീഷുകാർ അവർക്ക് അവരുടെ കണക്ക് കൂട്ടലിൽ എന്തുവാ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറയുന്നുണ്ട്, when the Hindus see that we have translated their text, they'll be happy and they will grow more loyal to us. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ റിലീജിയസ് ടെക്സ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ലോയൽറ്റി കൂടും. ശരിയാണ്, ആദ്യമൊക്കെ ക്വൈറ്റ് ഹാപ്പി. നമ്മുടെ ഈ പുസ്തകത്തിലൊരു പടമുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫ്ലാഗിനെ ബ്രാഹ്മിൻസ് ബ്ലെസ് ചെയ്ത് പൂജിച്ച് ഏതോ ഒരു യുദ്ധത്തിന് വിടുന്നത്. പൂരി, മറാഠാസിൻ്റെ കയ്യിൽ നിന്ന് പൂരി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിഫീറ്റ് ചെയ്ത് അത് അപ്രോപ്രിയേറ്റ് ചെയ്തപ്പം പൂരിയിലെ ജഗന്നാഥ് അമ്പലത്തിലെ പ്രീസ്റ്റ് സംസ്കൃതത്തിൽ ഇംഗ്ലീഷ് ഗവർണർ ജനറലിന് ഒരു കത്തയച്ചു, നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരുന്നു ഈ മറാഠാസിൻ്റെ അടിയിൽ, നിങ്ങൾ വന്നുകൊണ്ടാണ് ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചത്, എന്നേക്കും പൂരിയും ജഗന്നാഥ് അമ്പലവും ബ്രിട്ടീഷുകാരുടെ അടിയിലായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംസ്കൃത കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഈവൻ ദ ഹിന്ദുസ് വർ ക്വൈറ്റ് ഹാപ്പി ടു ഡീൽ വിത്ത് ദ ബ്രിട്ടീഷ്. പക്ഷേ ഈ ലണ്ടനിൽ നടക്കുന്ന ഈ പ്രഷർ കാരണം ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുന്നു. മാറ്റം വന്ന് മിഷണറീസ് വന്നു തുടങ്ങുന്നു. മിഷണറീസ് 1813 to 1830s ആ ഒരു 3-4 ഡെക്കേഡ്സിനകത്ത് മിഷണറി പ്രഷർ കൂടി വരുന്നു. ഇപ്പം സഡൻലി ഉത്സവം നടക്കുന്ന സ്ഥലത്ത് മിഷണറി വന്ന് ഇത് പാടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ മേലാസിൽ പോയി പ്രവചനങ്ങൾ നടത്തുന്നു, വലിയ പബ്ലിക് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഇവിടെ ഒരു മിഷണറി ഇവിടെ ഒരു ബ്രാഹ്മണനും കൂടെ ചേർന്ന് ഒരു ഓഡിയൻസിന് മുമ്പിൽ പീപ്പിൾ സ്റ്റാർട്ട് ഡിബേറ്റിംഗ്, അവർ തമ്മിൽ റിലിജനെ പറ്റി ഡിബേറ്റ് ചെയ്യും. ഇത് പണ്ടുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ ആദ്യം ഫാദർ ഫെനീഷ്യോ എന്ന് പറഞ്ഞ സാമൂതിരിയുടെ കോർട്ടിൽ വന്നൊരു മിഷണറി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളെല്ലാം ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവങ്ങളല്ല, കൃഷ്ണൻ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുവാണ്, ഇയാൾ ദൈവമാണെന്ന് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത്, ഗണപതി എങ്ങനെ ദൈവമാവുന്ന, ആനയുടെ തലയൊക്കെ ഉള്ള ആൾ, ഇത് ദൈവമല്ല. അപ്പോൾ ആ സമയത്ത് ഹിന്ദുസും റെസ്പോണ്ട് ചെയ്യും, നിങ്ങൾ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനായിരുന്നെങ്കിൽ അയാളെ ഈ ക്രോസിലൊക്കെ എങ്ങനെ കയറ്റിയാണ് ഹരാസ് ചെയ്തത്, അത് ഹൗസ് ദാറ്റ് ലോജിക്കലി കൺസിസ്റ്റന്റ് അങ്ങോട്ട് ചോദ്യം വെക്കും. അപ്പം ഡിബേറ്റ്സ് അന്നും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് പീരീഡിൽ ബ്രിട്ടീഷുകാരുടെ അടിയിലും ഈ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായി വരും. പക്ഷേ ബ്രിട്ടീഷ് സ്റ്റേറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരും. ആ ഒരു തേങ്ങ ഉടക്കൽ നിൽക്കും, അമ്പലത്തിൽ പോവൊക്കെ നിൽക്കും, അമ്പലങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നത് നിന്ന് ബ്രിട്ടീഷ് സ്റ്റേറ്റ് ബിക്കം സ്ലൈറ്റ്ലി റിമൂവ്ഡ് ആൻഡ് ദി become more and more Christian in their appearance. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് തന്നെ കുറച്ചുകൂടെ ഒരു സ്ട്രിഞ്ചൻറ്റ്, നമ്മുടെ ഡ്യൂട്ടിയാണ് ഇവരെയൊക്കെ സിവിലൈസ് ചെയ്യുക, അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിറ്റിയും കൂടെ കൊടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ മാറി വരുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സെയിം ഓറിയൻ്റലിസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗീത ഇന്ത്യൻ സ്റ്റാർട്ട് ഇൻ്റർപ്രിറ്റിംഗ് ദാറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. 1857 തന്നെ ഒരു മിഷണറി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ വെള്ളക്കാരോട് തന്നെ പറയുക, നിങ്ങൾ ഈ ഗീതയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് സൂക്ഷിച്ച് വേണം, കാരണം ഗീതയുടെ ആ കഥ നടക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ഒരു അർജുനന് യുദ്ധത്തിന് പോകാൻ മടി കാണിക്കുമ്പം കൃഷ്ണൻ പറഞ്ഞ് വിടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം നാളെ ഈ സെയിം ബുക്ക് വെച്ച് നിങ്ങളെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കാനും കൂടെ ഇവിടുത്തെ ആൾക്കാർക്ക് കഴിയും എന്നുള്ളൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സത്യമായിട്ടും ബൈ ദി എൻഡ് ഓഫ് ദ 19th century ദ ഗീത ബിക്കംസ് എ റെവല്യൂഷണറി ടെക്സ്റ്റ്. ബ്രിട്ടീഷുകാർ പിടിക്കുന്ന ഈ ബോംബെറിയുന്ന റെവല്യൂഷണറീസ് കുറേവരുടെ കയ്യിലൊരു ഗീതയുടെ കോപ്പി കാണും. തിലക്ക് പോലത്തെ ആൾക്കാർ ഗീത ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന വളരെ ഒരു മാസ്ക്യുലൻ, ഹൈപ്പർ മാസ്ക്യുലൻ, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ യു സീ ദാറ്റ് ദ സെയിം ടെക്സ്റ്റ് ബ്രിട്ടീഷുകാർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എന്തിനാ, ഇന്ത്യൻസിൻ്റെ ലോയൽറ്റി നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട്. ഇന്ത്യൻസ് അതിനെ ഉപയോഗിക്കുന്നത് എന്തിനാ, ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ. സോ ഇറ്റ്സ് ക്വൈറ്റ് ഫാസിനേറ്റിംഗ് ദാറ്റ് ഒരേ ടെക്സ്റ്റിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ അതിന് പല പല ഇൻ്റർപ്രിറ്റേഷൻസ് വരുന്നുണ്ട്. ഈ ഭഗവത്ഗീതയ്ക്ക് ഇന്ത്യയിൽ പോലും ഈ ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടാനുള്ള ഒരു കാരണം ഈ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആണ്. 2, ഈ പറഞ്ഞ പോലെ നാഷണലിസ്റ്റുകളുടെ ഒരു അപ്രോപ്രിയേഷനാണ് ആ ടെക്സ്റ്റിനെ ഉപയോഗിച്ചൊരു രീതി എന്നുള്ളത്. പക്ഷെ മനു ഇപ്പോൾ പറഞ്ഞൊരു കാര്യത്തോട് ഈ മൊത്തത്തിൽ ഈ പുസ്തകത്തിൻ്റെ മൊത്തം ആർഗ്യുമെൻറ്റുമായിട്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കൺവേർഷൻ എന്നുള്ളത് ഈ അത്ര സീരിയസ് ആയിട്ട് ഈ ബ്രിട്ടീഷ്
മോണക്കി അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് കരുതിയിരുന്നു? അത് അവരുടെ ഒരു അജണ്ടയുടെ ഒരു ഭാഗമല്ലല്ലോ. ഒരു സൈഡിൽ കൂടെ ഇത് മിഷണറിസം ചെയ്തു എന്നുള്ളതല്ലാതെ they were not serious about it. ഡിപ്പെൻസ് ഓൺ ദ പീരിയഡ്. ആദ്യത്തെ അപ്പോൾ ഏർലി 1800s നോക്കിയാൽ they were not just not serious, they were against it. ഒരുപാട് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു ഹൂ സെഡ് മിഷണറീസിനെ വിടരുത്, കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ മിഷണറീസിനെ കൊണ്ടുവന്നാൽ കുഴപ്പമാകും, കാരണം നമുക്ക് ഈ രാജ്യം ഭരിക്കാം, പക്ഷെ അവരുടെ റിലിജനെ തൊട്ടാൽ അത് ബിക്കംസ് എ കൾച്ചറൽ പ്രോബ്ലം, ദർ വിൽ ബി ആൻ ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആ ഒരു സെൻസ് ഈ ഇവിടുത്തെ നമ്മുടെ മുഗൾ ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. അവരും ഒരിക്കലും ഇന്ത്യയെ ഒരു ഇസ്ലാം രാജ്യമാക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. 500 കൊല്ലം ഭരിച്ചിരുന്ന മുഗളന്മാർക്ക് ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കാൻ അവർ ശ്രമിച്ചില്ല. 200 കൊല്ലം ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ വെസ്റ്റിനും ഇപ്പം ഇന്ത്യയിൽ ഇപ്പോഴും 2% ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം വരുന്നത്, ഞാൻ പറയാൻ വന്ന കാര്യം, ഈ ഐഡന്റിറ്റി ഫോർമേഷൻ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞു. അത് ഇതിനകത്ത് വ്യത്യാസമുള്ളത് ഓൾസോ ലോകവും ചേഞ്ച് ആവുന്നുണ്ട്, അപ്പം ടെക്നോളജിയും വരുന്നുണ്ട്. അപ്പം ഏർലിയർ പീരിയഡ്സിൽ നിങ്ങൾക്കൊരു വലിയ സാമ്രാജ്യം ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. യു നീഡ് ലോക്കൽ അലൈസ്. അപ്പം മുഗൾസ് ആയിരിക്കും ഡൽഹിയിലോ ആഗ്രയിലോ ഇരിക്കുന്നത്, പക്ഷെ അവരുടെ അടി കുറേ ഹിന്ദു രാജാക്കന്മാർ രാജ്പൂത്സിനെയൊക്കെ കോഓപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ദേ നീഡഡ് അലൈസ്. ദർ വാസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി. 19th century ആയപ്പോഴേക്കും ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് റെയിൽവേസ് ഉണ്ട്. അപ്പം സഡൻലി പണ്ട് ഒരു ആമയെ മൂവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളെടുക്കും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരണമെങ്കിൽ. ഇപ്പോൾ റെയിൽവേ ഉണ്ടെങ്കിൽ കുറേ കൂടെ എളുപ്പം എത്തും ആമീസ്. കമ്മ്യൂണിക്കേഷൻ, ടെലിഗ്രാഫൊക്കെ വരുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഈസിയർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് പ്രിൻറ്റിങ്. പ്രിൻറ്റിങ് വന്നതിന് ശേഷം സഡൻലി തിങ്സ് കുഡ് ബി ആനലൈസ്, എനിബഡി കുഡ് റീഡ് എനിത്തിങ്. അത് യൂറോപ്പിലും ഉണ്ടായിരുന്നു. അപ്പം പ്രോട്ടസ്റ്റന്റ് റെഫർമേഷൻ വരുന്നവരെ പ്രോട്ടസ്റ്റന്റ് റെഫർമേഷനും പ്രിന്റിംഗ് പ്രസ്സും ഏകദേശം ഒരേ കാലത്താണ് ഉണ്ടായി വരുന്നത്. ആൻഡ് ബോത്ത് വർ നെസസറി ഫോർ ഈച്ച് അതർ. അത്രയും കാലം ദ ചേർച്ചിൽ കൂടെയാണ് നിങ്ങൾക്ക് സ്ക്രിപ്ചർ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സ്ക്രിപ്ചർ പ്രിസർവ് ചെയ്തിരിക്കുന്ന ലാറ്റിനിലുമാണ്. മാർട്ടിൻ ലൂഥർ വന്നിട്ട് പറഞ്ഞ സ്ക്രിപ്ചർ എല്ലാവരുടെയും കയ്യിലും കാണണം, ലോക്കൽ ലാംഗ്വേജസിൽ ജർമ്മനും ഫ്രഞ്ചിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ സെയിം ഫിനോമിനൻ ഇന്ത്യയിലും വരുന്നുണ്ട്. അത്രയും കാലം വേദം എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണരിലും എല്ലാ ബ്രാഹ്മണരുടെയും കയ്യിലില്ല, ചില ബ്രാഹ്മണർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ വേദങ്ങൾ. നമ്പൂരിമാരിലും ഉണ്ട്, ഓത്തുള്ളവരും ഓത്തില്ലാത്തവരും, വേദം ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് നമ്പൂരിയുടെ ഇടയിലും. അപ്പം സഡൻലി പ്രിൻറ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും not only is that text now printed and accessible, hostile cultures can also analyze those texts. അപ്പോൾ രണ്ട് സൈഡിലും കാണുന്നുണ്ട്. ഹിന്ദുസും ബൈബിൾ വായിച്ച് അതിനകത്ത് റാഷണൽ എറേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്, ഹിന്ദു ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് മിഷണറീസും അതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ പുസ്തകത്തെ ഞാൻ പറയാത്തതാണ്, ആക്ച്വലി അതിന് വേറൊരു പുസ്തകം വേണം, വിച്ച് ഇസ് മുസ്ലിം എൻകൗണ്ടേഴ്സ് വിത്ത് മിഷണറീസ്. മുസ്ലിംസും മിഷണറീസും തമ്മിലും വലിയ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട് ഇതേ കാലഘട്ടത്തിൽ, ഹിന്ദുസും മിഷണറീസും നടക്കുന്ന പോലെ. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം ദാറ്റ് ഫീലിംഗ് ഓഫ് സീജ് വാസ് ഹയർ. കൺവേർഷൻസ് അത്രയും നടന്നിട്ടില്ല. ആക്ച്വലി ന്യൂമെറിക്കലി നോക്കിയാൽ ഇറ്റ് വാസ് ജസ്റ്റ് എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ. അങ്ങനെ വലിയ സംഖ്യയിലൊന്നും ആരും ക്രിസ്ത്യൻസായി മാറിയില്ല. പക്ഷേ ഐ തിങ്ക് ഫോർ ദ ഹിന്ദു കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് ടൈം, എസ്പെഷ്യലി ഓർത്തഡോക്സ് അപ്പർ കാസ്റ്റ് ഹിന്ദുസ്, സ്റ്റേറ്റ് വെള്ളക്കാരൻ്റെ കയ്യിലാണ്. ഈ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം വെള്ളക്കാരൻ ഇസ് നോ ലോങ്കർ സിമ്പത്തറ്റിക്. ഞാൻ പറഞ്ഞ പോലെ ആ തേങ്ങ ഉടക്കലൊക്കെ നിർത്തി. അപ്പം നമ്മളുമായിട്ട് മാറി നിൽക്കുന്നു. ആദ്യം ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ മാറി നിൽക്കൽ ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് സസ്പിഷൻ. എന്നിട്ട് മാത്രമല്ല, ദേ ആർ ഓൾസോ പിക്കിംഗ് അപ്പ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. അവരും ഇതേ സമയത്ത് ബ്രാഹ്മിൻസാണ് കൂടുതലും, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ ഐഡിയാസ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. നാഷണലിസം ഉണ്ടായി വരുന്നത് ലേറ്റ് 19th centuryയിലല്ല. ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു ഭാസ്കർ പാണ്ഡുരംഗ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ 26 വയസ്സിൽ മരിച്ചു. 6 letters ഒരു സുഡോനിമിലാണ്, പേര് വെച്ചുകൊണ്ടല്ല, പക്ഷെ നമുക്കറിയാം അയാളാണ് എഴുതിയത്. 1840s അയാൾ പറയുന്നുണ്ട്, നമ്മൾ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ പറയുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സും, എക്കണോമിക് ആണെങ്കിലും പൊളിറ്റിക്കൽ ആണെങ്കിലും റിലീജിയസ് കൺവേർഷനെ പറ്റിയാണെങ്കിലും, ഇതെല്ലാം ആ 6 കത്തുകളിൽ ബോംബെ ഗസറ്റ് എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ഒരു ക്രിട്ടീക്ക് ഓഫ് കൊളോണിയലിസം ഓൾറെഡി 1840s അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം യു ക്യാൻ സീ ദാറ്റ് ബിക്കോസ് ഓഫ് ചേഞ്ചസ് ലൈക്ക് ദാറ്റ്, പ്രിൻറ്റിംഗ് ഉണ്ട്, ആക്സസ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, ദി ഐഡിയ ഓഫ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഇറ്റ്സ് മൂവിങ് മച്ച് ഫാസ്റ്റർ. പണ്ട് കുറേ കൂടെ സ്ലോലി ഓർഗാനിക്കലി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വേറെ ഒരു സിസ്റ്റമിലേക്ക് വരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ കൺവേർഷൻ ശരിക്കും സംഭവിച്ചിട്ട് അല്ല ഈ ഒരു ബൂഗി ഉണ്ടാക്കിയത്. അത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമായിരുന്നു. ദി അതറിങ്, ഒരു ശത്രുവിനെ ഇമാജിൻ ചെയ്തിട്ട് ഈ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ആളുകളെ ഒന്നിപ്പിക്കുക, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ 19th century തുടങ്ങി 20th century വരുന്ന കാണുമ്പം നമുക്കിനി അതിൻ്റെ ഒരു കഥ പറയാം. രാജാ റാം മോഹൻ റോയിൽ തുടങ്ങാം.
അദ്ദേഹമാണല്ലോ ഈ ഹിന്ദുയിസം എന്ന വാക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഹിന്ദുസിൽ ആദ്യമായിട്ട് മുമ്പ് പറഞ്ഞ ചാൾസ് ഗ്രാൻഡ് ആണ് ഹിന്ദുയിസം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. 1780s ലേറ്റ് 80s 1780s. പക്ഷെ അയാൾ അതിനെ ഒരു പുച്ഛമായിട്ടാണ് പറയുന്നത്. ഇതിനെ മാറ്റി കൺവേർഷൻസ് വേണം എന്നുള്ള ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ചാൾസ് ഗ്രാൻഡ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും രാജാ റാംമോഹൻ റോയ് ആ സെയിം ഹിന്ദുയിസമിനെ എടുത്ത് അതിനെ ഒരു സത്യമായിട്ട് ഈ വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന പോലെ അതൊരു പ്രോസസ്സിൽ കൂടെ എടുത്ത് അയാൾ പറയുന്നത് എന്താണ്, ഹി പ്രൊട്ടസ്റ്റൻറ്റൈസസ് ഹിന്ദുയിസം. പ്രൊട്ടസ്റ്റൻസ് പറയുന്നത് കാത്തലിക് ചർച്ചിനെ വിരോധിച്ചത് അങ്ങനെയാണ്. ദാറ്റ് ഇസ് ദ ബൈബിൾ സ്ക്രിപ്ചർ ഷുഡ് ബി ആക്സസിബിൾ ടു എവറിബഡി. ചേർച്ചിൻ്റെ മീഡിയേഷൻ പാടില്ല. എന്നിട്ട് നമ്മൾ സ്ക്രിപ്ചറിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, അതിനെ കാത്തലിക് ചർച്ച് കറപ്റ്റ് ചെയ്തു, മോശമാക്കി. പ്രൊട്ടസ്റ്റൻസ് ആണ് പിന്നെ അതിൻ്റെ പഴയ ഭംഗിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. രാംമോഹൻ റോയ് എന്ത് ചെയ്യുന്നു, ആ സെയിം കാഴ്ചപ്പാട് ഹിന്ദുയിസത്തിന് എടുത്തു കൊടുക്കുന്നു. ആൻഡ് ഹി ഓൾസോ സേസ് ഈ അമ്പലവും വിഗ്രഹ പൂജ ഇതൊന്നും നമുക്ക് വേണ്ട, ഇതെല്ലാം കറപ്ഷനാണ്, ബ്രാഹ്മിൻസ് ഉണ്ടാക്കിയ കറപ്ഷൻസ് ആണ്. ഹിസ്റ്റോറിക്കലി ദാറ്റ്സ് നോട്ട് സൗണ്ട്, ഇത് ഓർഗാനിക്കലി ഉണ്ടായി വന്നതാണ് മൂർത്തി പൂജയൊക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, നമുക്കും ആദ്യം വേദാസും ഉപനിഷത്തും ഉണ്ടായിരുന്നു, അത് പിന്നെ കറപ്റ്റായിട്ടാണ് അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹപൂജയിലേക്ക് വന്നത്. ആൻഡ് മൈ ജോബ് ആസ് എ റിഫോമർ ഇസ് ടു ഗോ ബാക്ക് ടു ദ ഉപനിഷത്സ്. വേദത്തിലും അദ്ദേഹത്തിന് ആദ്യത്തെ ഭാഗങ്ങൾ വേണ്ട, സംഹിതാസ് വേണ്ട, കാരണം അതിനകത്തും അഗ്നിയും ഇന്ദ്രനും പല പല ദൈവങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഉപനിഷത്തിലെ ആ മെറ്റാഫിസിക്കൽ ആബ്സ്ട്രാക്ട് മോണോത്തിയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് രാംമോഹൻ റോയ്ക്ക് വേണ്ടിയത്. അത് ചെയ്യുന്നത് ഈ വെസ്റ്റേൺ ക്രിറ്റിക്സിൻ്റെ മുമ്പിൽ ഹിന്ദുയിസത്തിന് ഒരു ഡിഫെൻസ് ഉണ്ടാക്കാൻ കൂടെയാണ്. അവർ പറയും ഞങ്ങൾക്കൊരു പുസ്തകമുണ്ട്. അപ്പോൾ രാംമോഹൻ റോയ് പറയും ഞങ്ങൾക്കും പുസ്തകമുണ്ട്, ഉപനിഷത്തിൽ ഞങ്ങൾക്കും സ്ക്രിപ്ചറുണ്ട്, ടെക്സ്റ്റ്സ് ഉണ്ട്. അവർ പറയും വി ബിലീവ് ഇൻ മോണോത്തിയിസം. ഹീൽ സേ യാ മൈ ആൻസെസ്റ്റേഴ്സ് ഓൾസോ ബിലീവ്ഡ് ഇൻ മോണോത്തിയിസം. നിങ്ങളുടെ കാത്തലിക് ചർച്ച് കറപ്റ്റ് ആയ പോലെ ഞങ്ങളുടേതും കറപ്റ്റ് ആയെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ഹി വാസ് ട്രൈങ് ടു ഫ്രെയിം ആൻ ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റ്. വേറെ ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. ഒന്ന് ദയാനന്ദ സരസ്വതി, മറ്റേത് മഹാത്മാ ഫുലെ. അപ്പം ദയാനന്ദ സരസ്വതിയുടെ ആർഗ്യുമെൻറ്റ് കുറച്ച് വ്യത്യാസമാണ്. അദ്ദേഹം മിഷണറീസിനെ കണ്ടുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻറ്റേർണൽ ചില ചോദ്യങ്ങൾ വഴി ഹിന്ദുയിസത്തിനെ റിഫോം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അദ്ദേഹം ആദ്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മെമ്പേഴ്സിൽ പറയുന്നത് ഏതോ ഒരു ശിവരാത്രി സമയത്ത് രാത്രി ഉറക്കമണിച്ച് ശിവൻ്റെ അമ്പലത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ രാത്രി ഇരുന്നപ്പം അച്ഛനൊക്കെ അങ്ങ് തൂങ്ങി, ഉറക്കം തൂങ്ങി പോയി. പക്ഷേ ഈ ചെറുക്കൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ശിവൻ്റെ വിഗ്രഹത്തിനെ വലിയ ഭക്തിയോടെ. അപ്പോൾ ഒരു എലി വന്ന് അവിടെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കറണ്ട് കഴിക്കുന്നു, നിവേദ്യം എല്ലാം കറണ്ട് കഴിക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ശിവൻ ഈ മൂർത്തിക്കകത്തുണ്ടെങ്കിൽ ഈ എലിക്ക് ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്യും. എലി എന്ന് പറഞ്ഞാൽ വളരെ അശുദ്ധമായ ഒരു സാധനമാണ്. അപ്പോൾ ഹി ഹാസ് എ സ്പാർക്ക് ഓഫ് ഡൗട്ട്. ഈ മൂർത്തിയിലിരിക്കുന്ന ആൾ ദൈവമല്ല, ദൈവം ഇസ് സംതിങ് ബിഗർ, ദൈവം ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദിസ് ഐഡൽ. അവിടുന്ന് പിന്നെ ഹി ഡിസൈഡ്സ് ടു ലീവ്. വീട്ടുകാരെ ആദ്യം ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ എടുത്തൊരു കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അതല്ല, അവിടെ നിന്നൊക്കെ ഓടിപ്പോയി കല്യാണമൊക്കെ ഉപേക്ഷിച്ച് ഹി ബിക്കേം എ വാണ്ടറിങ് സന്യാസി. എന്നിട്ട് അങ്ങനെ കുറേ വാണ്ടർ ചെയ്തു, ഹിമാലയത്തിൽ പോയി താന്ത്രിക് കാര്യങ്ങൾ ചെയ്തു, ഈ ഭാങ് കുടിച്ച് നോക്കി, അതുകൊണ്ട് വല്ല അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന്. ഏതോ ഒരു സമയത്ത് ഒരു നദീൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ശവത്തിനെ കണ്ടു. എന്നിട്ട് ആ ശവത്തിനെ വലിച്ച് കീറി തുറന്ന് നോക്കി. ഈ സംസ്കൃത പുസ്തകങ്ങളിലെ ശവത്തിനകം എങ്ങനെയാണെന്നുള്ളത് ആ എഴുതിയേക്കുന്നതും യഥാർത്ഥത്തിലുള്ള ശവത്തിലും മാച്ച് ആണോ എന്ന് നോക്കി. അല്ലാന്ന് മനസ്സിലായപ്പോൾ ആ പുസ്തകങ്ങളും എടുത്ത് കളഞ്ഞ് പിന്നെയും ഒരു ഡിസൊല്യൂഷൻഡ് ആയിട്ട് പോയി. പക്ഷേ ഇവൻച്വലി ഹി ഓൾസോ കെയിം ടു ദ ഫീലിംഗ് ദാറ്റ് വേദാസിലാണ് ഒരു ഹിന്ദുയിസത്തിൻ്റെ ഒരു റെഫോർമേഷൻ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു വ്യത്യാസം, ഈ രാജാ റാംമോഹൻ റോയ് ഇൻ്റലക്ച്വലാണ്, പോളിഗ്ലോട്ട്, പോളിമാത്ത് ഒക്കെയാണ്. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ അംബാസഡറാണ്. വിവേകാനന്ദന് മുമ്പ് ഫസ്റ്റ് ഗ്ലോബൽ ഇന്ത്യൻ ഹിന്ദു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം ബ്രഹ്മസമാജ് തുടങ്ങി, അത് പക്ഷേ ടേക്ക് ഓഫ് ചെയ്തില്ല. ദയാനന്ദ സരസ്വതി ഒരു ആര്യസമാജാകട്ടെ ഇന്ന് വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ദയാനന്ദ സരസ്വതിയിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ചില ഈ ഹിന്ദുത്വവാദങ്ങൾ തുടങ്ങുന്നത്. എല്ലാം ഇവിടുന്നാണ് പോയത്, എല്ലാ അറിവും ഇവിടുന്നാണ്, തോക്കുകൾ, ഗൺസ് അല്ലെങ്കിൽ ടെക്നോളജി, സയൻസ്, ആർട്സ് ഒക്കെ ഇന്ത്യയിലുണ്ടെന്നുള്ള ആ അപകടകരമായ ഒരു വാദം തുടങ്ങുന്നത് ദയാനന്ദ സരസ്വതി. എയ്റോപ്ലെയിൻസ് ഒക്കെ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരിലോട്ട് വരാം. ഒരു മസ്ക്യുലർ ഹിന്ദു ഐഡന്റിറ്റി ദയാനന്ദ സരസ്വതിയുടെ സമയത്താണ് വരുന്നത്. പശുക്കളുടെ പ്രൊട്ടക്ഷന്റെ പേരിൽ ആൾക്കാരെ യുണൈറ്റ് ചെയ്യുന്നതൊക്കെ രാംമോഹൻ റോയുടെ ഒരു ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്നെ ജീവൻ വെച്ചില്ല. അപ്പോൾ ദയാനന്ദ സരസ്വതിയിൽ നിന്നാണ് നമുക്ക് ബാലഗംഗാധര തിലകിലേക്കും, തിലകിൽ നിന്നാണ് നമുക്ക് സവർക്കറിലേക്കും എത്തേണ്ടത്. ഞാൻ അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ തിലകാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് മറാഠ ബ്രാഹ്മൺ, ചിത്പവൻ ബ്രാഹ്മിൻസിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസും അനുപുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങൾ പലരും നമ്മൾ ഒരിക്കലും മറക്കരുത്. RSSും ഇപ്പോഴും നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അതെ, ഇപ്പോഴും മഹാരാഷ്ട്രൻ ബ്രാഹ്മിൻസ് ആണ് അതിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിൽ ഇരിക്കുന്നത്. ആ മഹാരാഷ്ട്രൻ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്ററി ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ദാറ്റ് റീസൺ. മൊഹറം പ്രൊസഷന്
ബദലായിട്ടാണ് ഈ ഗണപതി ഫെസ്റ്റിവൽസ് തുടങ്ങിയതും അതുപോലെ പശുവിൻ്റെ ആരാധനയും ശിവജിയുടെ അതിനെ പെട്ടെന്ന് മാറ്റിയതും ഒക്കെ ഈ തിലകിൻ്റെ കാലത്താണ്. അതോടൊന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച തിലക് പിന്നെ ഹിന്ദുത്വം ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. സാവർക്കർ അല്ല ആദ്യം, സാവർക്കറിന് മുമ്പുള്ളവരും ഹിന്ദുത്വം എന്നുള്ള വാക്കുപയോഗിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആദ്യം ഇതൊരു പുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് പാസിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രനാഥ് ബാസു എന്ന് പറഞ്ഞ വേറെ ഒരു ബംഗാളിയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ ആദ്യം ശ്രമിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു രീതിയിൽ. പക്ഷേ തിലക്കിൻ്റെ ഒക്കെ ജനറേഷൻ ആകുമ്പോഴേക്കും ദേ ആർ ഓൾ ട്രൈങ് ടു ഡിഫൈൻ ഇറ്റ്. തിലക് പക്ഷേ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലീജിയസ് ഫോമാറ്റിലാണ്. നിങ്ങൾക്ക് വേദത്തിൽ വിശ്വാസം വേണം, ദൈവത്തിലേക്ക് പോകാൻ പല പല പാത്സ് ഉണ്ടെന്നുള്ളതിൽ വിശ്വാസം വേണം. അപ്പോൾ ഹീസ് ട്രൈങ് ടു ഡിഫൈൻ ഇറ്റ് ഇൻ എ റിലീജിയസ് വേ. പക്ഷേ പൊളിറ്റിക്കൽ ഇത് വളരെ കൃത്യമാണ്. തിലകൻ്റെ റിലീജിയസ് ആണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പൊളിറ്റിക്കലി തന്നെയാണ്, അല്ലെ സോഷ്യലാണ്. ഉദ്ദേശം പൊളിറ്റിക്കലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഹിന്ദുത്വയിൽ എല്ലാ ഹിന്ദുസിനെയും ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹിന്ദുസിൽ തന്നെ ഇപ്പം നിങ്ങൾ പറയുക ഒരു ഹിന്ദു ആവണമെങ്കിൽ വേദത്തിനെ വെനറേറ്റ് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ വീരശൈവ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ വേദത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ അവർ ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം വരും. അതുപോലെ തന്നെ കുറേ ദലിത് കമ്മ്യൂണിറ്റീസ് ഇപ്പം സെൻസസ് ഒക്കെ ചെയ്ത് മെജോറിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്, ഒരു ന്യൂമെറിക്കൽ സ്ട്രെങ്ത്തും വേണം. അപ്പോൾ എല്ലാവരും ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ നിൽക്കണം എന്നുള്ളൊരു ഒരു വിട്ടുപോയാൽ അത് നമുക്കൊരു നഷ്ടമാണെന്നുള്ളൊരു ഭയവും കൂടെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ പിടിപാട് പോകും എന്നുള്ളൊരു ഭയവും കൂടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം കുറേ ദലിത് റിലിജൻസിൽ പശുവിനെ ആരാധിക്കുന്നില്ല, ബീഫ് കഴിക്കുന്ന ട്രഡീഷൻസ് ഉണ്ട്, ബ്രാഹ്മിൻസിനെ വെനറേറ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെയും കുറേ ട്രഡീഷൻസ് ഉണ്ട് അറ്റ് അനദർ എൻഡ് ഓഫ് ദ കാസ്റ്റ് ലാഡർ. അപ്പോൾ ഇത് രണ്ടും തിലക്കിനൊരു കൺസെപ്ച്വൽ പ്രോബ്ലം ആയിരുന്നു. ഹിസ് ഡെഫിനേഷൻ ഓഫ് ഹിന്ദുത്വ വാസ് സംഹൗ നോട്ട് ഏബിൾ ടു ഇൻകോപ്പറേറ്റ് all the people who he wanted to consider Hindu. അവിടെയാണ് സാവർക്കറിന് ഒരു വിക്ടറി കിട്ടുന്നത്. കാരണം സാവർക്കർ എന്ത് ചെയ്യും, ഈ റിലിജനെ ഇതിനകത്തൊന്ന് മാറ്റി ഹി കംസ് അപ്പ് വിത്ത് എ മച്ച് മോർ സിമ്പിൾ ഫോർമുല. എന്ന് വെച്ചാൽ ഫാദർ ലാൻഡ് ആൻഡ് ഹോലി ലാൻഡ്. നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സും ഈ നാട്ടിലെ ആയിരിക്കണം, നിങ്ങളുടെ പുണ്യഭൂമികളും ഈ നാട്ടിലെ ആയിരിക്കണം. അപ്പം നിങ്ങൾ വേദത്തിൽ വിശ്വസിച്ചാലും ഇല്ലേലും, നിങ്ങൾ മൂർത്തി പൂജയിൽ വിശ്വസിച്ചാലും ഇല്ലേലും, ഇഫ് യുവർ ആൻസെസ്റ്റേഴ്സ് ആർ ഹിയർ ആൻഡ് യുവർ പുണ്യഭൂമി ഈസ് ഹിയർ, ദെൻ യു ആർ എ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരെയും ഇൻകോപ്പറേറ്റ് ചെയ്യാം. ജൈനെയും ബുദ്ധിസ്റ്റിനെയും ബാക്കി എല്ലാവരെയും ഇൻകോപ്പറേറ്റ് ചെയ്യാം. ആകെ പുറത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ്. അപ്പം എനിക്കൊരു 100 ചോദ്യങ്ങളൂടെ ഇനിയുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യങ്ങളിവിടെ നിർത്തുകയാണ്. ഓഡിയൻസിന് ചോദിക്കാനുള്ള അവസരമാണ്. മനു നന്നായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. അപ്പോൾ ഗോഡ്സ് ആൻഡ് ഗൺസ് ആണല്ലോ നമ്മുടെ വിഷയം, മിഷണറീസും ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ ബുദ്ധമതത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പലരും ഒരു മൗനം പുലർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് നേപ്പാൾ മുതൽ ശ്രീലങ്ക വരെയും കാബൂൾ മുതൽ അങ്ങ് കിഴക്കൻ ഏഷ്യ വരെയും വ്യാപിച്ചിരുന്ന ഏതാണ്ട് ലോകത്തിൻ്റെ 2/3 ഭാഗം അല്ല 1/3 ഭാഗവും വ്യാപിച്ചു കിടന്ന ഇത്രയും രാജാക്കന്മാരുടെ പിന്തുണയുണ്ടായിരുന്ന ബുദ്ധമതത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഇപ്പം സാൻസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ ബ്രാഹ്മണവൽക്കരണം എന്നുള്ള ഒരൊറ്റ വാക്കിൽ ആ വലിയൊരു പ്രോസസ്സിനെ അങ്ങ് ചുരുക്കി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മനുവിന് പറയാനുള്ളത്? അതോടൊപ്പം അങ്ങനെ തകർന്നു പോയെങ്കിലും ബുദ്ധൻ ഇപ്പോഴും നമ്മുടെ കൂടെ എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ ഏത് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിൽ പോയാലും അവിടെ ബുദ്ധനുണ്ട്. നമ്മുടെ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാലും അവിടെ പ്രതിഷ്ഠയായിട്ടല്ല, പുറത്ത് കൗശല വസ്തുക്കൾ വിൽക്കപ്പെടുന്ന സ്ഥലത്ത് ബുദ്ധനും സജീവ സാന്നിധ്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ കൂടെ ഇപ്പോഴും ബുദ്ധൻ നിശബ്ദമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2 കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞാനൊരു ബുദ്ധിസത്തിനെ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഐ തിങ്ക് താങ്കൾ പറഞ്ഞത് ബ്രോഡ്ലി ശരിയാണ്. വിച്ച് ഇസ് ദാറ്റ് അത് ഒരു റിലീജിയസ് സിസ്റ്റമായിട്ട് വീക്ക് ആവാൻ തുടങ്ങുമ്പം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് പോയി തുടങ്ങുമ്പം ഇറ്റ്സ് സ്ലോ കുറേയൊക്കെ ഹിന്ദു ട്രഡീഷൻസിലേക്ക് അതിനെ ലയിച്ചങ്ങ് എടുക്കും, അതിനെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. ഞാനിപ്പം ജനിച്ചത് മാവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മാവേലിക്കര പോയ ഇവിടെ ബുദ്ധ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ ട്രാഫിക്കിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. പഴയതാണ്. അത് കിട്ടിയത് എവിടെ നിന്നാണ്? കണ്ടിയൂർ അമ്പലത്തിൻ്റെ പുറത്തെങ്ങാണ്ട് ഒരു കണ്ടമുണ്ട്. അവിടുന്ന് ഏതോ സമയത്ത് ആരോ കുഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ബുദ്ധനെ കിട്ടിയത്. ആൻഡ് ദ ജനറൽ ഫീലിംഗ് ഇസ് ദാറ്റ് അത് ഒറിജിനലി ചിലപ്പോൾ ആ ബുദ്ധൻ അമ്പലത്തിനകത്തിരുന്നതായിരുന്നായിരിക്കും. അത് ഏതോ കാലത്ത് ശിവൻ്റെ പ്രതിഷ്ഠ അവിടെ വന്നപ്പം ബുദ്ധനെ ലിറ്ററലി അവിടെ നിന്ന് മാറ്റി കുഴിച്ച് ആ ബുദ്ധൻ്റെ സ്ഥാനം ഇല്ലാതായെന്നുള്ള ഇതാണ്. പക്ഷേ വേറെ കുറേ സ്ഥലങ്ങളിൽ ബുദ്ധിസ്റ്റ് പ്രാക്ടീസസിനെ കോപ്റ്റ് ചെയ്ത് ഹിന്ദു റിച്വലിൻ്റെ ഭാഗമാക്കി ഓൾമോസ്റ്റ് ലൈക്ക് നമുക്കൊരു എനിമി അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം വരുമ്പം ആ ക്രിറ്റിസിസത്തിനെ നമ്മൾ ഓൺ ചെയ്ത് ഡിഫാങ് ചെയ്യുന്ന പോലെ ബുദ്ധിസത്തിനെ അങ്ങ് ഹൗ ഡു ഐ സേ ഡിഫാങ് ചെയ്യുക മലയാളത്തിൽ? ഹൗ ഡു യു ഡിഫൈൻ സംതിങ്? പരിഷ്കരിച്ചു. ബഹിഷ്കരിച്ചെന്നാണോ? പരിഷ്കരിച്ചു അല്ല, അതിൻ്റെ ഒരു ശക്തി എടുത്ത് കളയുക എന്നുള്ള രീതിയിൽ ഇറ്റ്സ് കപ്പാസിറ്റി ടു ബൈറ്റ്, യു ആർ സോർട്ട് ഓഫ് ടേമിങ് ഇറ്റ്.
അതിന് അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. ഭയപ്പെടുത്തി. പക്ഷെ അതൊരു ലോങ് പ്രോസസ്സാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് കേസസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ആ സെയിം വിഗ്രഹത്തിന് ഇപ്പം വിഷ്ണുവായിട്ടായിരിക്കും പൂജിക്കുന്നത്. അത് വിഗ്രഹങ്ങളെ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോഴേ അറിയാം ഇത് ഒന്നെങ്കിൽ ഒരു ജൈൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ഫിഗറാണ്. പക്ഷെ അതിന് ഇപ്പം നമ്മൾ പൂജിക്കുന്നത് വിഷ്ണുവായിട്ടോ ശിവനായിട്ടോ ഒക്കെ ആയിരിക്കും ചില അമ്പലങ്ങളിൽ. അത് കേരളത്തിൽ അങ്ങനത്തെ അമ്പലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളൊക്കെ വൈ ജസ്റ്റ് ബുദ്ധിസം. നാഗർകോവിലിലെ അമ്പലം ഉണ്ടല്ലോ, അത് ടിൽ ദ 16th century ഇറ്റ് വാസ് എ ജൈൻ ഷ്രൈൻ. അത് വലിയ 1000 വർഷം മുമ്പ് പോലും അല്ല, 400-500 വർഷം മുമ്പ് വരെ ഇറ്റ് വാസ് എ ജൈൻ ഷ്രൈൻ. അതിപ്പം പക്ഷേ ഒരു ഹിന്ദു ടെമ്പിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നടക്കുന്നത്. അതപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. Hi, big fan, really enjoyed your book. My mom was asking me earlier today about Onam, and there are lots of theories about the Asuranmarde ഒരു festival ആയിരുന്നോ, like is there a Dalit history to it? But can you talk about sort of how it was appropriated to mainstream like Hindutva, about like Vamana Jayanti and all of its like versions, and like is there any literature about what were its real roots in Kerala? I think we should always first ask ourselves, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള ഓണക്കഥ എന്തുവാണ്? ഞാൻ കേട്ടിട്ടുള്ളത് മഹാബലി തിരിച്ചു വരുന്നു, അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വലിയ സുഖമായിട്ട് ജീവിക്കുന്നു, അദ്ദേഹത്തിന് സങ്കടം തോന്നരുത്, അദ്ദേഹത്തിൻ്റെ പ്രജ നല്ലതായിട്ട് പോകുന്നു, സോ ഹീ ഷുഡ് നെവർ റിഗ്രറ്റ് ദാറ്റ് ഹി അബാൻഡൺ ദം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. ഇപ്പം ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ ഐ ഗ്രൂ അപ്പ് ഇൻ മൈ 20s that we started hearing the story that this is actually about Vamanan. It's not really. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ദറ്റ് ഓർത്തഡോക്സ് പീപ്പിൾ, സേ ഓർത്തഡോക്സ് ബ്രാഹ്മിൻസ് മേ ഹാവ് ഓൾവേസ് പെർസീവ്ഡ് ഓണം ആസ് വാമന ജയന്തി. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ മോസ്റ്റ് പീപ്പിൾ വുഡ് നോട്ട് ഹാവ്. ഇപ്പം പറ്റുന്നത് വി പ്രിവിലേജ് ദി ഓർത്തഡോക്സ് പൊസിഷൻ ആൻഡ് തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഷുഡ് അപ്ലൈ ടു എവറിബഡി എൽസ്, വെയർസ് ഇൻ റിയാലിറ്റി എവറിബഡി എൽസ് ഹാഡ് എ ഡിഫറെൻറ്റ് കൺസെപ്ച്വലൈസേഷൻ ഓഫ് ദ സെയിം തിങ്. ഇന്ത്യയിൽ ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി പോസിബിൾ ദാറ്റ് വൺ സെറ്റ് ഓഫ് കാസ്റ്റ് വിൽ ഇൻ്റർപ്രറ്റ് സംതിങ് ഇൻ വൺ വേ ആൻഡ് അനദർ സെറ്റ് ഓഫ് കാസ്റ്റ് വിൽ ഇൻ്റർപ്രറ്റ് ദ സെയിം തിങ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. ഇൻഫാക്ട് വൈ ജസ്റ്റ് ഓണം അമ്പലങ്ങളുണ്ടല്ലോ, അത് രാവിലെയും കാസർഗോഡ് ഒരു അമ്പലമുണ്ട്, അതിൻ്റെ പേരേ മറന്നു പോകുന്നു, രാവിലെയും വൈകിട്ടും അവിടെ പൂജ ചെയ്യുന്ന നോൺ ബ്രാഹ്മൺ പ്രീസ്ത, ഉച്ചപൂജ ബ്രാഹ്മൺ പ്രീസ്ത. വേറെ ചില അമ്പലങ്ങളുണ്ട് ഒരേ കല്ല്, അത് വലിയ കാവ്ഡൊന്നും അല്ലായിരിക്കും, ഒരേ വിഗ്രഹത്തിനെ പല പല ദൈവങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. ബിക്കോസ് അറ്റ് വൺ പോയിന്റ് ദേ സേ ടിൽ സച്ച് ആൻഡ് സച്ച് എ ടൈം ഓഫ് ദ ഡേ ദിസ് ഇസ് ലക്ഷ്മി, പിന്നെ അത് കുറച്ച് നേരം മാറുമ്പോൾ പാർവതിയാണെന്ന് പറയും, അവസാനം സരസ്വതിയാണെന്ന് പറയും. ബിക്കോസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആർ വിഷ്വലൈസിങ് ദാറ്റ് സെയിം തിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓണത്തിനും അങ്ങനത്തെ എന്തോ ഒരു ഇതായിരിക്കും. ദേ വിൽ ഓൾവേസ് ബി പീപ്പിൾ who will say that some orthodox texts exist saying that this is Vamana Jayanti, and there is Puranic texts about Vamana coming and doing all of this across India. മഹാബലിപുരത്തൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ. പക്ഷേ ഇൻ അവർ ലോക്കൽ ട്രഡീഷൻസ് ഇൻക്ലൂഡിങ് സവർണ ഗ്രൂപ്പ്സ് ഇൻ കേരള, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ടിരിക്കുന്ന കഥ is Mahabali focused, not Vamanan focused. Vamanan is not seen as the hero of the story. Mahabali is the hero, and in many ways Vamanan is the anti-hero of the story. And I'm glad you asked the question, because ഇപ്പോൾ ഈ കഥകളൊക്കെ മാറി വരുമ്പം ഈ ചോദ്യം ചോദിക്കുന്നതിൽ തന്നെ there's a pushback against that. Hi, sorry I can't do this in Malayalam, so I'm going to have to ask in English. I mean, I really enjoyed the talk and really enjoyed how you set it up, as well as talking about it as a kind of prehistory of, so pre kind of in the brackets modern history of Hindu nationalism. And I wanted to kind of pick up on maybe where the conversation was headed towards the end with this kind of Tilak Savarkar, this question of was it religious, when does it become political? And it strikes me that in some ways really what Hindutva is a particular articulation of the supposedly separate spheres of religiosity, politics and culture, tradition, however you want to kind of add on to those. Which again, modernity also is a particular articulation of these separate spheres. And I'm just wondering, as a historian who's trying to excavate the history of these categories, how do you not get stuck in a kind of circular way of looking at things, where what perhaps is political you view at certain points as religious, what is perhaps religious you view at certain points as cultural. I'm just wondering how you do this kind of archaeology of the present without falling into the trap of essentially using the categories of modernity and modernity's specific articulation of the kind of divisions between the political, religious, cultural, traditional. That's a very good question, because this is a conundrum I faced throughout the course of doing this book. For example, even when most people define religion, that term itself has a history.
and largely a Western history where religion is defined as something with scripture, la 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 la, all of that. But a lot of Eastern religious traditions do not fall into that template. But because of colonialism, there was a pressure to make Eastern religions fit that template, right? So the template has its own politics. The term has its own intellectual history. It has its own cultural history. And then there are other people trying to fit that mold. So none of these terms are free of politics. So we are quite aware of it. So I think one way we do it is we complicate it. So we say that while we're using the word religion, we are not using it in the conventional sense. We are using it to sort of stand in to represent religious traditions as they existed for different people. Even when I use the word Hinduism, right? So throughout the book I'm using Hinduism, this happened in that century, whatever. But the word Hinduism was used only in the 18th century. So that itself creates a conundrum. How can you use a word that comes later for something that happened before? Historically, you have a sense that people before knew that they were part of a broader bracket. They never had a name for it, but when the name came, they appropriated the name quite willingly. That's why Hinduism caught on so easily, because it was able to represent something people already had. So although the Britishers created it, they were able to appropriate it because they felt something they recognized already in that term. So you nuance all of that, you contextualize all of that, then maybe you can use it. Ultimately, it's very difficult to escape these labels and categories, because to make sense of our world, to communicate ideas in our world with the frameworks that we have, we inevitably have to operate with those frameworks. To a certain extent, we can challenge, question, cut down those frameworks. But what happens is that if you slice it too much, then you become incomprehensible. So it's always a bit of a trade-off between being legible, being able to make an argument, but also being aware that sometimes the concepts that we are using are loaded concepts and they're not innocent or devoid of their own politics and history. But I think trained historians know how to walk that sort of tightrope. Just one question adding to the same Onam question, but it's more like a historical correction that I would like to hear from you. So, see, according to the table of incarnation, it's like Malsyam, Kurmam, Varaham, Narasimham, then there is Vaman, and then there is Parashuraman. But the local myth is that Parashuraman Mazhuranyadata Keralam. Okay, so that comes after Vamanan comes and, puts Mahabali down. So, which is like, say, is it like, say, in terms of analyzing, in terms of Brahminical colonization throughout the Konkan coast, you'll find the same story in Goa or other parts of Konkan where there is a king called Bali, maybe in Maharashtra, and then the same myth about, the Brahmin. Bali Raja. Maharashtra Bali Raja. Bali Raja. So is it actually Kerala or Kerala's story in terms of, like, say, the Vamana story and the Parashurama story? It's not Kerala's story. The story exists in different places. There are even places in North India that have the story. Paksha Keralatil, it's become, Onam is our national, festival, right? Onam and Vishu are the two big festivals. Different religious communities all celebrate it. Everybody is invested in it. So in that sense, Keralatil, it has a very distinct. So the point is, when you look at religious ideas, looking for chronology is not the thing you do. Chronology and that kind of scientific way of looking at the past is a modern phenomenon. Before that, people made sense of life through myth, through legend, etc. Another chronology tappan poya oruvaadu കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. I remember once being told, നമുക്കൊരു കഥയുണ്ട് കേരളത്തിൽ, പറയി പെറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞ ഒരു കഥ, in which there's a Brahmin figure, a sage-like figure, who through a woman of the Parayar community has a series of children. അതിനകത്തൊരു മകൻ ബ്രാഹ്മണനാണ്, ഒരു മകൾ നായരാണ്, വേറെ ഒരു മകൻ is from the carpenter community. പക്ഷേ one child is supposed to be a Muslim. And I remember I mentioned this somewhere, and somebody on social media tried to troll me saying that it's some mathematics, saying that, this particular sage lived long before Islam. How is it possible that his son was a Muslim? But that's the thing, like legends emerge not because they actually happened, but to explain something. But in Kerala, there are different communities. Brahmananu undu, Nayaru undu, Ashariyum undu, Dalit communities undu, Muslim undu. അപ്പം ഇവരെ എല്ലാം ഇതിനകത്ത് ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായ വന്ന ലെജൻഡാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ലെജൻഡ് കെയിം ഫസ്റ്റ് ആൻഡ് ദെൻ ഓൾ ഓഫ് ദീസ് തിങ്സ് ഹാപ്പൻഡ്. സംടൈംസ് ലെജൻഡ്സ് ആർ ക്രിയേറ്റഡ് ടു റെപ്രസെൻറ്റ് റിയാലിറ്റി in the reverse. So their chronology doesn't matter, because the job of a legend is not to look for chronology. The job of a legend is not exactness. The job of a legend is not accuracy. Historians are invested in accuracy and exactness, and that's a very modern phenomenon. Pre-colonial societies were not obsessed with that kind of exactness. Hi Manu, huge fan. I'm Ritu. I had a bit of more of a personal question in terms of how does being a historian shape the way you see the present currently? Because
I personally tend towards a bit more of pessimism. So are you more pessimistic, optimistic, or just phlegmatic about what's happening in the country currently? Strangely, and I don't know if it's healthy, strangely it creates a weird form of detachment because you're so used to seeing some of these patterns in the past, and when you see them occurring in the present, you're like, oh well, this is what happens in life, this is what happens with human beings. We keep making the same mistakes over and over, we keep falling into the same patterns over and over, because I think fundamentally human beings do that. We haven't changed over the last 5,000 years at our basic fundamental sort of characteristics that we have. So it creates a weird detachment. I don't find myself emotionally swayed by the present. I don't know if that's healthy or not, but that's what I feel. Hi Manu, good to see you again. So my question is like, the Ivory Thrones came in 2015 and now it's almost 10 years. So how have Are you calling me old? No. So how have you evolved as a writer and as a historian? And this could be an extension of that question this chap asked. You know, so in one way, when I did the Ivory Throne, I obviously, as some people know, I got a defamation notice for that book. People said, oh, 5 crores in damages, whatever. So it was a small katha, it was a granular katha. Not many people had known about this katha, and yet I had somehow managed to get myself a defamation notice. Now I'm writing a book that's much more, it's talking about current day things, it has a political resonance in the present. People might be offended, there are all of these fears. So at that level, I've made my peace with the fact that if you're going to investigate history, you're going to keep upsetting people. Someone or the other is going to be upset regardless of what. I keep mentioning in all my events that even when I edit one chapter, I used to think, is it left or cancel or right or cancel. Chapter 1 is right, chapter 2 is left. Because I could see different people might find different things objectionable in it. Equally, they'll find different things interesting in it. So you make your peace with it. So I think getting to that point where I've realized that this is not something I need to take personally, it's part of my trade, it's the perils of doing business, I have to live with that risk, I've made my peace with it. So other confidence kore kuda vannittund. The other thing is that confidence. When I first did the draft of this book, ആദ്യത്തെ 4 ചാപ്റ്റർ എഴുതിയത് 2020 പിന്നെ അതിനെ I suspended it, saying that എനിക്ക് ഇപ്പോഴും I don't feel confident. കുറച്ചുകൂടെ റീസർച്ച് ചെയ്ത് കുറച്ചുകൂടെ വായിച്ചിട്ട് കുറച്ചുകൂടെ ഫുട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടേ തീർക്കാൻ പറ്റത്തുള്ളൂ. So I think I'm becoming a bit more audacious in the kind of topics I'm willing to take up, which earlier perhaps I wouldn't have done. So some of that has happened, and the writing also evolves. As you get older, your habits change. What you found interesting in terms of writerly activity earlier, you might not find interesting now. My sentences are structured slightly differently. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. We hope there will be a second part to this book, and he will address the post-independent history of Hindu nationalism as well. You want me to get cancelled or something? Thank you. I think that's it. On that note, we will end the session here. Thank you so much. Thank you so Thanks much. again.